Hello, good morning. ഗുഡ് മോർണിംഗ് മിസ്. പരിചയമുണ്ടോ? പുതിയ മിസ്സാണ്. എന്റെ പേര് സോളി എന്നാണ്. ഹലോ, കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട് മിസ്സേ. നിങ്ങളുടെ പേരൊക്കെ ഒന്ന് പറയാമോ? എന്റെ പേര് ഷാരോൺ തോമസ്. ഷാരോൺ തോമസ്. ഓക്കെ ഓക്കെ, കേട്ടു. നെക്സ്റ്റ് വേറെ ആരെങ്കിലും? ഇന്ന് ആരും ഇല്ലെന്ന് തോന്നുന്നു. ഷാരോൺ തോമസ് മാത്രമേ ഉള്ളൂ. നമ്മൾ രണ്ടുപേരാണ്. അപ്പൊ എങ്ങനെ നിങ്ങളുടെ പഠിച്ച ഒരുമാതിരിയൊക്കെ കഴിഞ്ഞു തോന്നണോ? അല്ലേ, ചാപ്റ്റേഴ്സ് ഒക്കെ ഒരുമാതിരി കവർ ചെയ്ത് കഴിഞ്ഞു തോന്നണോ? ഞാൻ ഇന്ന് എടുക്കുന്നത് മറ്റേ നിഷ് ടീച്ചറിന്റെ ഒരു ബാക്കി പോർഷൻസ് ആണ്. ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിന്റെ ബാക്കിയാണ് ഞാൻ എടുക്കുന്നത്. നിഷ് ടീച്ചർ എടുത്തതിന്റെ ബാക്കി. ക്ലിയർ ആണോ? PDF ഉണ്ടോ കയ്യില്? ഉണ്ട് മിസ്സേ. അപ്പോ നമുക്കത് നോക്കി അങ്ങോട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് അങ്ങോട്ട് പോവാം. നിങ്ങൾ എങ്ങനെയാ മറ്റ് ഫ്രണ്ട്സ് ആയിട്ട് കോണ്ടാക്ട് ഉണ്ടോ? ഷാരോൺ എങ്ങനെ അടുത്ത ഫ്രണ്ട്സ് ആയിട്ട് കോണ്ടാക്ട് ഉണ്ടോ? ഒരാളുമായിട്ട്. അല്ല, ഡിസ്കസ് ചെയ്യാൻ പറ്റുമെന്ന് അറിയാൻ വേണ്ടിട്ടാണ് ഞാൻ ചോദിച്ചത്. എവിടെയെങ്കിലും പാല. ഭരണിങ്ങാന മാസമായിട്ടാണോ? അതെ അതെ. എന്റെ ചേച്ചിയുടെ വീട് അവിടെയാ. അത് ശരി. അടുത്ത വേറൊരാള് ജോയിൻ ചെയ്തിട്ടുണ്ട്. ഹലോ, ഒന്ന് പറയാമോ? ജോയിൻ ചെയ്ത് പേഴ്സണൽ പേരൊന്ന് പറയാമോ? ഹലോ ഹലോ ജാസ്മിൻ അല്ലേ? അത് കണ്ടങ്ങനെയാ. ഹലോ. ജാസ്മിൻ, ഞാൻ പുതിയൊരു ടീച്ചറാണ്. എന്റെ പേര് സോളി കേട്ടോ. ഹലോ ഹലോ കുറച്ച് പേരൊക്കെ ജോയിൻ ചെയ്ത് വരുന്നുണ്ട്. ഹലോ, കേൾക്കുന്നുണ്ടോ? ജാസ്മിന്റെ വീട് എവിടെയാ? വർക്കല. നിങ്ങൾ കുറച്ച് പേരൊക്കെ ക്ലാസ്സിലുള്ളവരെ കൊണ്ടാണ് നമുക്ക് ഇങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് ക്ലാസ് മുന്നോട്ട് പോകാൻ പറ്റണത്. ശരിക്കും പറഞ്ഞാൽ മറ്റു ക്ലാസ്സുകളിലൊക്കെ ഭയങ്കര സ്ട്രെങ്ത് ആണ്. ഇതിപ്പോ എനിക്ക് ശരിക്കും പറഞ്ഞ പേരെടുത്തെന്ന് പറയാം. ഷാരോൺ, ജാസ്മിൻ. ഓക്കെ, ഞാൻ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിന്റെ നിഷ് ടീച്ചർ പഠിപ്പിച്ച ക്ലാസ്സിന്റെ കണ്ടിന്യൂവേഷൻ ആണ്. PDF ഉണ്ടോ കയ്യില്? ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്. അപ്പൊ അതൊന്ന് എടുത്തോളൂ. വീഡിയോ അറിയാതെ ഓണായതാണോ? അല്ല അല്ലേ, നമുക്ക് ഓണാക്കി ക്ലാസ് എടുക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല കേട്ടോ. നമുക്ക് നേരിട്ട് കണ്ട് സംസാരിക്കാം. ക്ലാസ് തുടങ്ങട്ടെന്നോ? പഠിക്കണം. അപ്പൊ പിന്നെ എന്തായാലും ക്ലാസ് അങ്ങ് എടുത്തേക്കാം. നമുക്ക് ആ പോർഷൻ കവർ ചെയ്യണം. അത്രയും പോർഷൻസ് അങ്ങോട്ട് കവർ ചെയ്യുള്ളൂ. അത് ടീച്ചർ എടുത്ത് വെച്ചത് സെലക്ഷൻ അല്ലേ? ആ ടോപ്പിക് അല്ലേ? എവിടെയാ നിങ്ങളൊന്ന് ഓർത്ത് നോക്കിയ സെലക്ഷൻ. അതെ, സെലക്ഷന്റെ ആ ടോപ്പിക് വരെയാണ് ടീച്ചർ നിങ്ങൾക്ക് എടുത്തു എന്ന് പറഞ്ഞത്. അപ്പൊ അവിടെ തുടങ്ങി ഒന്നും കൂടി ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തുടങ്ങാന്നാണ് പറഞ്ഞത്. നമ്മളെല്ലാവരും തന്നെ എന്താ പറയാ, പഠിച്ച് എക്സാം ഒക്കെ കഴിഞ്ഞ് കുറച്ച് സർട്ടിഫിക്കറ്റ് ഒക്കെ കയ്യിൽ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കുള്ള ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ് എന്തെങ്കിലും ഇന്റർവ്യൂവില് പോവുക. ആ ഇന്റർവ്യൂവിൽ നിന്ന് നമുക്ക് കുറെ എക്സ്പീരിയൻസ് കിട്ടും. ചിലപ്പോൾ സെലക്ഷൻ കിട്ടും, ചിലപ്പോൾ നമ്മൾ അത് ഫെയിൽ ആവും. അത് സ്വാഭാവികമായിട്ട് നമ്മളെല്ലാവരും ഉദ്യോഗാർത്ഥികൾ എല്ലാവരും അല്ലെ, നമ്മള് പൊതുവെ നമ്മളുടെ ഫേസിൽ അഭിമുഖീകരിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ അറിയാം എന്താണ് സെലക്ഷൻ എന്നൊക്കെ. സെലക്ഷന്റെ കണ്ടിന്യൂവേഷൻ ആണ് സ്റ്റെപ്സ് ഇൻ സെലക്ഷൻ പ്രോസസ് എന്നൊക്കെ ഉള്ളത്. അപ്പൊ അതാണ് നമ്മൾ കൂടുതലായിട്ട് പറയുന്നത്.
അപ്പൊ ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് സെലക്ഷനെ കുറിച്ച് അറിയാം. ഞാനൊന്ന് പറഞ്ഞു പോവാം. The selection procedure is related with the acquiring relevant information about an applicant. The objective of the selection process is to find out whether an applicant meets the qualifications for a specific job and to select the applicant who is most likely to carry out well in the job that job. അല്ലെ, നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ഒരു സെലക്ഷൻ പ്രൊസീജിയറിലൊക്കെ വന്നിട്ടുണ്ടാവും ഇല്ലേ? ഏതെങ്കിലുമൊക്കെ ഒരു സെലക്ഷനിൽ വന്നിട്ട് നമുക്ക് അങ്ങ് അറ്റത്ത് ഇന്റർവ്യൂ ഒക്കെ വരെ എത്തിയിട്ട് ചിലപ്പോൾ ഫെയിൽ ആയി പോയ ഒരു ഇതൊക്കെ വന്നിട്ടുണ്ടാവും. അങ്ങനെ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് അഭിമുഖീകരിക്കേണ്ടി വന്നിട്ടുണ്ടോ? നിങ്ങളുടെ എക്സ്പീരിയൻസിൽ അങ്ങനെ വന്നിട്ടുണ്ടോ? ഇന്റർവ്യൂകൾ എത്തിയിട്ട് ചെയ്തിട്ടില്ലേ ഏതെങ്കിലും ഒരു ജോബിന് വേണ്ടിയിട്ട്? ടീച്ചർ ഉണ്ട്. അപ്പൊ അതൊരു പ്രത്യേക ഒരു എക്സ്പീരിയൻസ് അല്ലേ നമുക്ക്. ശരിക്കും പറഞ്ഞ ഒരു ഇന്റർവ്യൂവിന് പോയി ശരിക്കും പറഞ്ഞ എക്സാമുകൾ എഴുതണം, ഇന്റർവ്യൂകൾ അറ്റൻഡ് ചെയ്യണമെന്ന് നമ്മളെ മുതിർന്നവർ അല്ലെങ്കിൽ ടീച്ചേഴ്സ് എല്ലാവരും നമ്മളോട് പറയും. അതെന്താ കാരണം അങ്ങനെ പറയാനായിട്ട്? അതിൽ നിന്ന് കൂടുതൽ നമുക്ക് അറിവ് കിട്ടും, നമ്മുടെ പോരായ്മകൾ എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാനൊക്കെ ആയിട്ട് സാധിക്കും. ഇവിടെ ഈ സെലക്ഷൻ എന്ന പ്രൊസീജിയറിലും അതാ പറയുന്നത്. സെലക്ഷൻ പ്രൊസീജിയർ ഈസ് റിലേറ്റഡ് വിത്ത് അക്വയറിംഗ് റെലവെന്റ് ഇൻഫോർമേഷൻസ് അബൌട്ട് ആണ് ആപ്ലിക്കന്റിന്റെ കറക്റ്റ് ആയിട്ടുള്ള ഇൻഫോർമേഷൻസ് എന്തൊക്കെയാണെന്നുള്ളത് അക്യൂർ ചെയ്യുന്നു, നേടിയെടുക്കുന്നു. The objectives of the selection process is to find out whether an applicant meets the qualification. അതായത് ഒരു ഏതെങ്കിലും നിശ്ചിത ജോലിക്ക് വേണ്ടിയിട്ടായിരിക്കും നമ്മൾ ഈ ആപ്ലിക്കേഷൻസ് ഒക്കെ സ്വീകരിക്കുന്നത്. അപ്പൊ ക്വാളിഫൈഡ് പേഴ്സൺ ആണോ എന്ന് അതിൽ നിന്നും ആ ഡാറ്റാസ് ഇൻഫോർമേഷനിൽ നിന്നും അവര് മനസ്സിലാക്കുന്നു. അതാണ് പറയുന്നത് സെലക്ഷൻ പ്രോസസ് ഈസ് ഫൈൻഡ് ഔട്ട്. ഫൈൻഡ് ഔട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടെത്തുന്നു. വെതറാണ് ആപ്ലിക്കന്റ് മീറ്റ്സ് ക്വാളിഫിക്കേഷൻ ഫോർ എ സ്പെസിഫിക് ജോബ്. നമ്മള് ആ എന്താ പറയാ ബിസിനസ് അവര് എംപ്ലോയേഴ്സ് അവര് ഉദ്ദേശിക്കുന്ന ജോബിലേക്ക് തന്നെ ക്വാളിഫൈഡ് ആയ പേഴ്സൺസ് ആണോ അപ്ലൈ ചെയ്തേക്കണെന്ന് അവര് പരിശോധിക്കും. ആൻഡ് ടു സെലക്ട് ദ ആപ്ലിക്കന്റ് who is most likely to carry out well in the job. എന്നിട്ട് ഒരുപാട് പേർ എത്ര പ്ലേസ്മെന്റ് അവർ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടോ അത്രയും പ്ലേസ്മെന്റിന് വേണ്ടിയിട്ട് പല വ്യക്തികളിൽ നിന്നും ക്വാളിഫൈഡ് ആയിട്ടുള്ള വ്യക്തികളിൽ നിന്നും ആപ്ലിക്കേഷൻ സ്വീകരിക്കും. അന്നേരം എന്താ ചെയ്യുക, മോസ്റ്റ് ലൈക്ലി ഏറ്റവും കൂടുതൽ ബെനഫിറ്റ് ഏറ്റവും കൂടുതൽ നല്ല ഒരു ക്വാളിഫിക്കേഷൻ ഉള്ള വ്യക്തി ഏതാന്ന് കണ്ടെത്തിയിട്ട് അവരെ സെലക്ട് ചെയ്യും. അല്ലെ, ഇത് പൊതുവെ സാധാരണ നമുക്ക് മനസ്സിലാവുന്ന കാര്യമാണ്. നമ്മളെല്ലാവരും തന്നെ അയക്കും. നമ്മുടെ എന്താ പറയണ ഇന്ന ക്വാളിഫിക്കേഷൻ ഉള്ളവരൊക്കെ അപ്ലൈ ചെയ്യാന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ ആപ്ലിക്കേഷൻസ് ഒക്കെ നമ്മുടെ ബയോഡാറ്റാസ് ഒക്കെ അയച്ചു കൊടുക്കും. അവര് അതിൽ നിന്ന് ഏറ്റവും മോസ്റ്റ് സൂട്ടബിൾ ആയ വ്യക്തിയെ തിരഞ്ഞെടുക്കും. ഓക്കെ അല്ലേ? സെലക്ഷൻ എന്ന് പറഞ്ഞ ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാതെ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഇല്ലേ? എന്നെ ഫോളോ ചെയ്യാൻ പറ്റുന്നില്ലേ? ടീച്ചർ സൗണ്ട് എങ്ങനെ ഡിസ്റ്റർബ് വല്ലതും ഉണ്ടോ? ടീച്ചർ ഇല്ല. അപ്പോ ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഞാൻ നെക്സ്റ്റ് ഭാഗത്തേക്ക് കിടക്കുകയാണ്. സെലക്ഷൻ വാസ് ചൂസിങ് ബിറ്റ്വീൻ ആപ്ലിക്കന്റ് ഫോർ ജോബ്സ് ആൻഡ് റിമൂവിങ് ആപ്ലിക്കൻസ് ഹു ആർ അൺസ്യൂട്ടബിൾ ആപ്ലിക്കൻസ്. ഇത് തന്നെയാണ് നമ്മൾ ചെയ്യാറ് അല്ലെ? പൊതുവെ നമ്മൾ എന്താ ചെയ്യാറ്, അൺസൂട്ടബിൾ ആയിട്ടുള്ള പേഴ്സൺസിനൊക്കെ അതിന് പറ്റാത്ത വ്യക്തികളൊക്കെ എന്ത് ചെയ്യും, റിമൂവ് ചെയ്യും. കറക്റ്റ് പോസിബിൾ ആയിട്ടുള്ള വ്യക്തികളെ തിരഞ്ഞെടുക്കും. ഇത് തന്നെയാണ് ആ സെന്റൻസിൽ പറയുന്നത്. ഇൻവോൾവ്സ് ചൂസിങ്, ഇൻവോൾവ് അതിലുള്ള അടങ്ങിയിരിക്കുന്നത് ബിറ്റ്വീൻ ആപ്ലിക്കന്റ് ഫോർ ജോബ്സ് ആൻഡ് റിമൂവിങ്. റിമൂവ് എന്ന് പറഞ്ഞാൽ തള്ളിക്കളയുക. ആരെ? ആപ്ലിക്കന്റ് ഹു ആർ അൺസ്യൂട്ടബിൾ. അൺസ്യൂട്ടബിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ കറക്റ്റ് അവർക്ക് വിചാരിച്ച പൊസിഷനിലെ ക്വാളിഫിക്കേഷൻ ഇല്ലാത്തവരെ അവിടെ എന്ത് ചെയ്യും, റിമൂവ് ചെയ്യും, തള്ളിക്കളയും. Unsuitable applicants. Okay. While planning a selection policy, due consideration should be given to organizational needs as well as the technical and professional extent to selection procedure. While planning selection policy, plan ചെയ്യുമ്പോൾ അവർ എന്തൊക്കെ ചെയ്യുന്നുണ്ട്? കൺസിഡറേഷൻ ഷുഡ് ബി ഗിവൺ ടു ഓർഗനൈസേഷണൽ നീഡ്സ്. അതായത് ആ ഒരു സ്ഥാപനത്തിന്റെ ആവശ്യകത എന്താണെന്ന് അനുസരിച്ച് ചിലപ്പോൾ ടെക്നിക്കൽ ആയിട്ടുള്ള അവയർനെസ്സും അവർക്ക് അറിയേണ്ടി വരും. ചിലപ്പോൾ നമ്മൾ പറയില്ലേ, ഇന്ന ഡിഗ്രിയുടെ ഒപ്പം തന്നെ കമ്പ്യൂട്ടറിന്റെ കോഴ്സും കൂടിയും കയ്യിലുണ്ടായിരിക്കണം. അക്കൗണ്ട്സ് ആണെങ്കിൽ ടാലി ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ ഫ്രണ്ട് ഓഫീസിലൊക്കെ ഇരിക്കുന്നവരാണെങ്കിൽ എക്സലന്റ് ആയിരിക്കണം. ഇപ്പൊ നമ്മൾ ഹോസ്പിറ്റലിൽ നമ്മൾ കണ്ട് CRM ഒക്കെ ആ ഒരു സോഫ്റ്റ്വെയർ ഹാൻഡിൽ ചെയ്യാനുള്ള പവർ ഉണ്ടാവണം. അങ്ങനെ കുറച്ച് ആ ടെക്നിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ കൂടി അവരെ ആവശ്യപ്പെടും.
അപ്പൊ പ്രൊഫഷണൽ എക്സ്റ്റൻഡ് ടു സെലക്ഷൻ പ്രൊസീജിയർ ഇങ്ങനെ വരുമ്പോൾ ഈ സെലക്ഷൻ പ്ലാനിൽ ഇതും കൂടി അവർ കൺസിഡർ ചെയ്യും. പ്ലാനിങ് സെലക്ഷൻ പോളിസി due consideration should be given to organizational needs as well as the technical and professional extent of selection procedure. Okay, അല്ലേ? അക്കാദമിക് ക്വാളിഫിക്കേഷനൊപ്പം ടെക്നിക്കൽ ക്വാളിഫിക്കേഷനും ചിലപ്പോൾ അവര് കൺസിഡർ ചെയ്യും, പരിഗണിക്കും അല്ലേ? ഇത്രയും ഓക്കെ അല്ലേ? ഇത്രയും ടീച്ചറും എടുത്തതാന്ന് തോന്നുന്നു അല്ലേ? Yes, teacher. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലുമായി അല്ലേ? ഓക്കെ, എന്നാ നെക്സ്റ്റ് ഇതിലേക്ക് പോവാം. സ്റ്റെപ്സ് ഇൻ സെലക്ഷൻ പ്രോസസ്. എന്താണ് സെലക്ഷൻ പ്രോസസ്സിന്റെ സ്റ്റെപ്സ്, ഘടകങ്ങൾ എന്താണ്? റിസപ്ഷൻ ഓർ പ്രിലിമിനറി ഇന്റർവ്യൂ ഓർ സ്ക്രീനിങ്, ഇതൊക്കെ നമ്മൾക്ക് അറിയാം. റിസപ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വീകരിക്കുക, അതേമാതിരി പ്രിലിമിനറി ഇന്റർവ്യൂ അവർ കണ്ടക്ട് ചെയ്യുക. സാധാരണ നമ്മളോട് നേരെ എന്തൊക്കെയാണ് ഡീറ്റെയിൽസ് എന്നുള്ളത് കളക്ട് ചെയ്യുന്ന ഒരു സ്റ്റെപ്പ്, സാധാരണ രീതിയിലുള്ള ഒരു സ്റ്റെപ്പാണ്. The applicant blank or application form, a fact finder which helps one to learn about an applicant's background and life history. ഇതെന്ന് പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബ്ലാങ്ക് ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ ഫോം എന്താ പറയാ കാൻഡിഡേറ്റിന് കൊടുക്കുകയാണ്. എന്നിട്ട് പറയും നിങ്ങൾ അത് ഫില്ല് ചെയ്യാം. എന്നിട്ട് അതിനോടൊപ്പം തന്നെ പറയുന്നുണ്ട് ബാക്ക്ഗ്രൗണ്ട് ആൻഡ് ലൈഫ് ഹിസ്റ്ററി, നമ്മുടെ ലൈഫ് ഹിസ്റ്ററിയും കൂടി അവര് ചോദിക്കുന്നുണ്ട്. അതായത് ഈ ജോലി കൊണ്ടുപോകാനായിട്ടുള്ള നമ്മളുടേതായ കാര്യങ്ങൾ, ഹിസ്റ്ററി എന്തൊക്കെയായിരിക്കുന്നു. ചിലപ്പോ ചില സ്ഥാപനങ്ങളിലൊക്കെ നിന്ന് ജോലി ചെയ്യേണ്ട വരും അല്ലേ, അവര് പോയി വരാനായിട്ടൊന്നും അനുവദിക്കില്ല. അപ്പോ നമ്മളുടെ ഹിസ്റ്ററി അനുസരിച്ച് ഒരു ബ്ലാങ്ക് നമുക്ക് ഡെയിലി പോകണമെന്നോ അല്ലെങ്കിൽ ഇങ്ങനെ ഫാമിലി ബാക്ക്ഗ്രൗണ്ടിൽ ഇങ്ങനെ പ്രോബ്ലംസ് ഉണ്ടെന്നോ, അല്ലെങ്കിൽ ചിലപ്പോ ചില ജോലിക്കൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയാ നമുക്ക് നമ്മുടെ എന്താ പറയാ ചിലപ്പോ ചോദിക്കൂലേ നിങ്ങളുടെ ഹാബിറ്റ്സ് എന്തൊക്കെയാണ് എന്നൊക്കെ ചോദിക്കും. അപ്പൊ നമുക്കൊരു കഴിവുകൾ ഉണ്ടോ എന്ന് അവരിന്ന് അതിൽ നിന്ന് കളക്ട് ചെയ്യും. അപ്പൊ അവര് കൊടുക്കുന്ന ജോലിയോടൊപ്പം എന്താ പറയാ ഹാപ്പി ആയിട്ട് കൈകാര്യം ചെയ്യുന്നവരാണ്. ചിലരൊന്നും ജോലിയെ നമുക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ജോലിയിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ഏർണിങ്സ് ഈ ബിസിനസ് സ്ഥാപനങ്ങൾക്കും പറ്റില്ല, നമ്മൾക്കും പറ്റില്ല. അപ്പൊ നമ്മളുടെ ആറ്റിറ്റ്യൂഡ് എന്താണെന്ന് തിരിച്ചറിയാൻ വേണ്ടിയിട്ട് അവര് ബ്ലാങ്ക് ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ ഫോം കൊടുക്കും. All conducted interviews to inspect the facts and get at the attitude of the applicant and his family of the job. എല്ലാം കണ്ടക്ട് ചെയ്ത് ചിലപ്പോ അവര് കൊടുക്കുന്ന ബ്ലാങ്കില് നമ്മളോട് പറയും ഇന്ന കാര്യങ്ങൾ നിങ്ങൾ എഴുതണമെന്നൊക്കെ പറയും. അതായത് ചിലപ്പോ കണ്ടക്ട് ഇന്റർവ്യൂസ് ടു ഇൻസ്പെക്ട് ദ ഫാക്ട് ആൻഡ് ഗെറ്റ് ദ ആറ്റിറ്റ്യൂഡ്, നമ്മളുടെ മനോഭാവം എന്താണ്, ഇന്ന ചിലപ്പോ അവര് ഉദ്ദേശിക്കുന്ന ജോലിക്ക് അനുസരിച്ച് നമ്മളുടെ മനോഭാവം എന്തെന്ന് മനസ്സിലാക്കിയെടുക്കാൻ പറ്റുന്ന കാര്യങ്ങളായിരിക്കും അവർ പറയാം അല്ലെ. അപ്പോ ആ ആറ്റിറ്റ്യൂഡുകൾ എന്തൊക്കെയാണെന്ന് നമ്മള് പേഴ്സണലി നമ്മൾ ഡിസ്ക്രൈബ് ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മുടെ ഫാമിലിക്കും നമ്മൾക്ക് സ്വന്തമായിട്ടും ആ ജോലി കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുമോ എന്ന് ബിസിനസിന്റെ എംപ്ലോയേഴ്സിന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതാണ് പറയുന്നത് ആപ്ലിക്കന്റ് ബ്ലാങ്ക് ഓർ ആപ്ലിക്കേഷൻ ഫോം. ആ ഒരു രീതിയിലായിരിക്കും ഇവര് ഈ സെലക്ഷൻ പ്രൊസീജിയർ സ്റ്റെപ്പ് എടുക്കുന്നത്. അടുത്തത് ഫിസിക്കൽ എക്സാമിനേഷൻ. ഹെൽത്ത് ആൻഡ് സ്റ്റാമിന ആർ ഇമ്പോർട്ടന്റ് ഫാക്ടേഴ്സ് ഇൻ യുവർ സക്സസ്. ചില എന്താ പറയാ ചില ജോബിന് ഫിസിക്കലി അവര് എക്സാം ചെയ്യും അല്ലെ. നമ്മൾ മിക്കവാറും ടെസ്റ്റുകളിലൊക്കെ ബോയ്സിന്റെ ഒക്കെ ടെസ്റ്റുകളിൽ എന്തായാലും ഫിസിക്കൽ ടെസ്റ്റും കൂടെ മസ്റ്റായിട്ട് നടക്കും അല്ലെ. കാരണം അത് അവർക്ക് ആവശ്യമാണ്. എന്നാൽ ക്ലർക്കോ അതൊക്കെ ചെയ്യുമ്പോൾ നമുക്കൊന്നും ഈ ഫിസിക്കൽ ടെസ്റ്റ് ഒന്നും വരുന്നില്ല. അതെന്തുകൊണ്ടാ ആ ജോബിന് അതൊന്നും അത്ര ആവശ്യമില്ല. അപ്പൊ ഏത് ജോബാണോ ആ ജോബിനനുസരിച്ച് ഫിസിക്കൽ ടെസ്റ്റ് ചിലപ്പോൾ അവര് നടത്തിയിരിക്കും. അതെന്തിനു വേണ്ടിയിട്ട് നമുക്ക് അതിനുള്ള ഹെൽത്തും സ്റ്റാമിനയും ഉണ്ടോ എന്ന് ഉറപ്പുവരുത്താനായിട്ട്. നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലായി പോകുന്നുണ്ടോ ഉള്ള 2-3 വ്യക്തികൾക്ക്? ഹലോ എന്താ പറയുക, ബോറായിട്ട് പോവേനി ക്ലാസ്സിൽ ഇരിക്കാൻ തോന്നൂല. നിങ്ങൾക്ക് ഇത് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ അത് പിന്നെയും പഠിക്കാനായിട്ട് ഇരിക്കാതെ തന്നെ ഇത് ക്യാച്ച് ചെയ്ത് പോകണം. അങ്ങനത്തെ ഒരു രീതിയിലായിരിക്കണം നമ്മുടെ ഈ ഒരു മണിക്കൂർ. ഇനി വീണ്ടും അതിന് വേണ്ടിയിട്ട് നമ്മൾ സമയം ചെലവഴിക്കരുത്. എന്ത് ചോദ്യം ഇരുന്ന് ചോദിച്ചാലും സ്റ്റെപ്സ് ചോദിച്ചാലും നമ്മൾ എന്താ പറയുക ഓട്ടോമാറ്റിക്കലി എഴുതാനായിട്ടുള്ള ഒരു കപ്പാസിറ്റി ഉണ്ടാവണം. എന്താ പറയുക അത് പ്രിലിമിനറി ഇന്റർവ്യൂ ആണ്. അതേമാതിരി തന്നെ ബ്ലാങ്ക് ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ ഫോം തരും. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്ന ഫിസിക്കൽ ട്രെയിനിങ് എക്സാമിനേഷൻ ആണ്. ഇതെല്ലാം നമ്മൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ മൈൻഡിലേക്ക് വരണം.
എന്നാലും നമ്മൾ ഈ 1 മണിക്കൂർ ഇരിക്കണേ കൊണ്ട് കാര്യമുള്ളൂ. എന്തെങ്കിലും അതിന്റെ മുകളില് നിങ്ങൾക്ക് എന്താ പറയുക മീനിങ് ഒക്കെ എഴുതി പോകുന്ന ആവശ്യമുണ്ടെങ്കിൽ എഴുതി പോകോളൂ കേട്ടോ. അപ്പൊ പിന്നെ വീണ്ടും വേറൊരു റെഫറൻസും വേണ്ടി വരില്ല. ഇതിൽ നിന്ന് തന്നെയായിരിക്കും എപ്പോഴും ക്വസ്റ്റ്യൻസ് ചോദിക്കാം. അപ്പൊ അതിന്റെ മുകളിൽ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചാൽ മതി. ഞാൻ അടുത്തത് physiological testing. Physiological testing to inspect the surface area and get an objective look at a candidate's suitably for a job. Candidates aptness for a job. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോ ചില ജോബുകൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു ടെക്നിക്കൽ ഒരു കഴിവ് അത് ചിലത് ഇത്രയും എന്താ പറയാ വിസ്തീർണിപ്പൊ പറഞ്ഞല്ലേ സർഫേസ് ഏരിയ ഒക്കെ കണ്ടുപിടിക്കുന്നത് ഇന്ന അളവുകളൊക്കെ തന്നിട്ട് നിങ്ങൾക്ക് ഇത് എങ്ങനെയാണ് ഇതിന്റെ സർഫേസ് ഏരിയ. അത് എല്ലാ ജോലികൾക്കല്ല കേട്ടോ. ഈ ഒരു ടെക്നിക്കൽ ആയിട്ടുള്ള ഒരു എന്താ പറയുക നമ്മള് എഞ്ചിനീയറിംഗ് പോലുള്ള ഫീൽഡ് ഹാൻഡിൽ ചെയ്യുന്നവർക്ക് അത്തരത്തിലുള്ള ഒരു ടെസ്റ്റ് അവർ നടത്തും. അവർക്ക് അത് കപ്പാസിറ്റി ഉണ്ടോ, അത് പെട്ടെന്ന് തന്നെ അതിലേക്ക് അവരുടെ തല എന്താ പറയുക പ്രവർത്തിച്ചു വരുന്നുണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു ടെസ്റ്റാണ്. എല്ലാ ജോബിനും അല്ല, ചില ജോബുകൾക്ക് വേണ്ടിയിട്ട് അങ്ങനത്തെ ഒരു ടെസ്റ്റ് അവർ നടത്തും. അതാണ് പറയുന്നത് ഫിസിയോളജിക്കൽ ടെസ്റ്റിംഗ് ടു ഇൻസ്പെക്ട് ദ സർഫേസ് ഏരിയ. ഇതൊക്കെ സർഫേസ് ഏരിയ എന്നൊക്കെ പറയുമ്പോൾ നമ്മളായി ഇത് എന്താണ് സംഭവം. പക്ഷെ ഇതാണ് ഓരോ ജോബിനും ഓരോ ഇന്റർവ്യൂസിനും ഓരോ സെലക്ഷൻ പ്രൊസീജിയർ ആയിരിക്കും. എല്ലാ സെലക്ഷൻ പ്രൊസീജിയറും ചില ജോബിന് വേണ്ടി വരില്ല. അപ്പൊ സ്പെഷ്യൽ ജോബിന് വേണ്ടിയിട്ട് ഇത്രയും സർഫേസ് ഏരിയ കൊടുത്തിട്ട് ഗെറ്റ് ആൻ ഒബ്ജക്റ്റീവ് ലുക്ക് അവർ ഉദ്ദേശിക്കുന്ന ആ ഒരു ആംഗിളിലേക്ക് ഈ സംഭവം എത്തുന്നുണ്ടോ. ഈ എന്താ പറയാ ഇന്റർവ്യൂകൾ ചെയ്യുന്നതനുസരിച്ച് ഇന്റർവ്യൂ ചെയ്യുന്ന കാൻഡിഡേറ്റ് കൈകാര്യം ചെയ്യുന്നുണ്ടോ എന്ന് മനസ്സിലാക്കുന്നുണ്ടോ എന്ന് അവര് ടെസ്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണത്. suitable for job, candidates aptness for a job. അപ്പൊ അവർക്ക് അതിനുള്ള ഏബിളുള്ള വ്യക്തിയാണെന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. റെഫറൻസ് ചെക്ക് സാധാരണ നമ്മൾക്ക് കൊടുത്തിട്ട് നമ്മള് റെഫറൻസ് ചെയ്തിട്ട് അതൊക്കെ പരിശോധിച്ചിട്ട് നമ്മൾ അത് ക്ലിയർ ചെയ്ത് നമ്മൾ കൊടുക്കുന്ന എവിഡൻസ് നമ്മളുടെ മാർക്ക് ലിസ്റ്റുകളൊക്കെ കൊടുത്തു കഴിയുമ്പോൾ അതനുസരിച്ച് നമ്മൾ ഒരു ചെക്ക് ചെയ്യുക. ഫൈനൽ സെലക്ഷൻ അപ്രൂവൽ ബൈ മാനേജർ ആൻഡ് കമ്മ്യൂണിക്കേഷൻസ് ഓഫ് ദ ഡിസിഷൻ ടു ദ കാൻഡിഡേറ്റ്. സാധാരണ അവസാനം നമ്മള് മാനേജേഴ്സും എല്ലാവരും കൂടി നിൽക്കുന്ന ഒരു പാനലോ അല്ലെങ്കിൽ ചിലപ്പോ ചെറിയ ഇതുകളൊക്കെ ആണെങ്കിൽ മാനേജർ നേരിട്ടുള്ള ഒരു അഭിമുഖമൊക്കെ ആയിരിക്കും. അങ്ങനെയൊക്കെയുള്ള സമയത്ത് മാനേജർ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് നമ്മളുമായിട്ട് എന്താ പറയുക ജോലിക്ക് വേണ്ടിയിട്ട് അപേക്ഷിക്കുന്ന വ്യക്തിയും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ വഴി ഒരു ഡിസിഷൻ എടുക്കേണ്ട തീരുമാനമെടുക്കും. ഈ കാൻഡിഡേറ്റ് ഓക്കെയാണ്, ഈ വ്യക്തിക്ക് നമുക്ക് ആ ജോബ് കൊടുക്കാം എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് മാനേജർ എടുക്കും. ഇങ്ങനെയാണ് ഈ സെലക്ഷൻ പ്രോസസിന്റെ സ്റ്റെപ്സ് എന്ന് പറയുന്നത്. ഓക്കെയാണോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ഇപ്പോഴത്തെ നിന്ന്? ഹലോ 3-4 പേര് ഇന്നിപ്പോ ഞാൻ പരിചയപ്പെടാത്ത കുറച്ച് പേരും കൂടി വന്നിട്ടുണ്ട്. ഹലോ, പേരുകളൊക്കെ ഒന്ന് പറയാമോ? ചേച്ചിയവര് ഹലോ, ഞാൻ പറഞ്ഞോ. എന്താ പേര്? തുഷാര. ഓക്കെ, എന്റെ പേര് അറിഞ്ഞോ? ഞാൻ പുതിയൊരു ടീച്ചറാണ്. എന്റെ പേര് സോളി. ഓക്കെ, വേറൊരു പേഴ്സൺ കൂടെ ഉണ്ടെന്ന് തോന്നുന്നു. ഷാരോണും തുഷാരയും അല്ലാതെ മറ്റേ അനുശ്രീ അവരും അല്ലാതെ വേറൊരു പറഞ്ഞോ. ഷാരോൺ എന്തോ പറയാൻ വരുന്നത്? ജാസ്മിൻ ഉണ്ടായിരുന്നു. ഹലോ, കേൾക്കുന്നുണ്ട്, പറഞ്ഞോ. ജാസ്മിൻ ഉണ്ടായിരുന്നു. ജാസ്മിൻ ഉണ്ടായിരുന്നു, തുഷാര ഉണ്ടായിരുന്നു, ഷാരോൺ ഉണ്ടായിരുന്നു. ഒരു 3 പേരാണ് ഇപ്പോ എന്റെ പ്രസന്റിങ്ങിന് ഉണ്ടായിരുന്നത്. അവിടെ ഉണ്ട്. എന്തായാലും ഫ്രണ്ടിലേക്ക് വരുന്നില്ല എന്നേ ഉള്ളൂ. ഓണാക്കി വെച്ചിട്ട് ചിലപ്പോ എന്തെങ്കിലും കാര്യങ്ങൾ കൂടെ ചെയ്യായിരിക്കും. ജാസ്മിൻ അവിടെ ഉണ്ടോ? എങ്ങനെയാ തുഷാരയ്ക്ക് എന്നെ ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടോ? ക്ലാസ് എങ്ങനെ മനസ്സിലായി പോകുന്നുണ്ടോ?
ഓക്കെ. തുഷാരയുടെ വീട് എവിടെയാ? എന്റെ വീട് വർക്കല. ജാസ്മിന്റെ വീടും ഏതാണ്ട് ഇങ്ങനെ ഒരു ജാസ്മിനും വർക്കലയാണ്. അതെ സെയിം ആണ്. അപ്പൊ നിങ്ങൾ രണ്ടുപേരും ഒരു സ്ഥലത്ത് നിന്ന് വന്നവരാണ്. ഓക്കെ. അപ്പൊ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. പോർഷൻസ് അങ്ങനെ കവർ ചെയ്ത് അങ്ങനെ പോട്ടെ അല്ലേ? ഓക്കെ. അപ്പൊ ഇത്ര എടുത്തത് സെലക്ഷന്റെ സ്റ്റെപ്സും ആണ്. സെലക്ഷന്റെ സ്റ്റെപ്സ് ആണ് നമ്മൾ എടുത്തത്. ദെൻ ഫിസിയോളജിക്കൽ ടെസ്റ്റിംഗ്. ഫിസിയോളജിക്കൽ ടെസ്റ്റ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം, നമ്മൾ നേരത്തെ പറഞ്ഞു, ചില വ്യക്തികൾക്ക് ചില രീതിയിൽ ചിലർക്ക് എന്താ പറയാ ഇങ്ങനെ എന്തെങ്കിലും ഹെൽത്തും അതും എന്താണ് ഹെൽത്തി ബോഡി ആണോന്നോ, ചിലരെ സംബന്ധിച്ച് എന്താ പറയാ സർഫേസ് ഏരിയ അതൊക്കെ വെച്ചിട്ടൊക്കെയാണ് സെലക്ഷൻ പ്രൊസീജിയർ ഒക്കെ നടത്തിയെന്ന് പറഞ്ഞു. അപ്പൊ ഈ ഫിസിയോളജിക്കൽ ടെസ്റ്റിംഗിൽ നമുക്ക് എന്തൊക്കെയാണ് നടത്തുന്നത് നമുക്ക് നോക്കാം. ക്ലാസിഫിക്കേഷൻ ഓഫ് ടൈപ്സ് ഓഫ് ഫിസിയോളജിക്കൽ ടെസ്റ്റ് ആസ് പെർ ദ ഹ്യൂമൻ ബിഹേവിയർ. Test categorized into aptitude test, achievement test, personality test and interest test. ഈ 4 രീതിയിലാണ് ഈ എന്താ പറയാ ഫിസിയോളജിക്കൽ ടെസ്റ്റിംഗ് നടത്തുന്നത്. അത് ഏതൊക്കെയാണോ ശരിക്കും പറഞ്ഞാൽ ഹ്യൂമന്റെ പെരുമാറ്റത്തെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒരു മനുഷ്യൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വ്യക്തികളെ കൊണ്ടാണല്ലോ നമ്മൾ ജോലി ചെയ്യിപ്പിക്കുന്നത്. അപ്പൊ ആ വ്യക്തികളുടെ എനർജി കൊണ്ടാണോ ഈ ജോലി മുന്നോട്ട് പോകുന്നത്? ചിലർക്ക് അവരുടെ ആ ഒരു ബ്രെയിൻ അത് ഉപയോഗിച്ചിട്ടായിരിക്കും ആ ജോലിക്ക് കൂടുതൽ ആവശ്യം. ചിലർക്ക് അവരുടെ ആ ഒരു എന്താ പറയാ മറ്റുള്ളവരോട് മിങ്കിൾ ചെയ്യാനുള്ള പവറും അത് ഒരു സെൽഫ് കോൺഫിഡൻസോടുകൂടി കൈകാര്യം ചെയ്യാനുള്ള വ്യക്തിത്വങ്ങളായിരിക്കും ആവശ്യം. അപ്പൊ ഓരോ ജോലിക്കും വ്യത്യസ്തമായ കഴിവുകളാണ് വേണ്ടി വരുന്നത്. അപ്പൊ അത്തരം ടെസ്റ്റുകൾ ഏതൊക്കെ രീതിയിലൂടെയാണ് നടത്തുന്നത് നോക്കാം. ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ആണ് ആദ്യത്തെ ടെസ്റ്റിന്റെ പേരെന്താണ്? ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് അല്ലെ? Tries to test your ability to carry out tasks and react to situations at work. ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ടാസ്ക് തരാണ്. ഇപ്പൊ പൊതുവെ ഇന്നത്തെ കാലത്ത് എപ്പോഴും കാണിക്കുന്ന ഒരു കൊച്ചുകുട്ടികൾ വരെ ടാസ്ക് ചെയ്യുക എന്ന് പറയുന്നത് അവർക്ക് ഭയങ്കര ഒരു സംഭവമാണ്. അതാണ് ചില വലിയ ടാസ്കുകളിലൊക്കെ പോയി കുട്ടികൾക്ക് അപകടവും എന്തെങ്കിലുമൊക്കെ വരുത്താറുണ്ട് അവര്. പക്ഷെ ഇപ്പോഴത്തെ മെയിൻ ആയിട്ടുള്ളൊരു സംഭവമാണ് ടാസ്കുകൾ കൊടുത്തിട്ട് ആ ടാസ്ക് എങ്ങനെ അവർ കൈകാര്യം ചെയ്യുന്ന എന്ന് മനസ്സിലാക്കിയിട്ട് അത് വെച്ചിട്ട് ഒരു സെലക്ഷൻ നടത്തും. അതാണ് പറയുന്നത് ട്രൈ ടു ടെസ്റ്റ് യുവർ എബിലിറ്റി ടു ക്യാരി ഔട്ട് ടാസ്ക് ആൻഡ് റിയാക്ട് ടു സിറ്റുവേഷൻസ് അറ്റ് വർക്ക്. അവര് എന്തൊക്കെയാണ് ആ ടാസ്കിലൂടെ റിയാക്ട് ചെയ്യുന്നത്, എന്തൊക്കെയാണ് കാണിച്ചു വെക്കുന്നത്, അവര് പെട്ടെന്ന് തന്നെ ആ ടാസ്ക് ക്യാരി ചെയ്യാൻ പറ്റുന്നുണ്ടോ, അല്ലെങ്കിൽ മെന്റലി ഡിസപ്പോയിന്റ് ആവുന്നുണ്ടോ, അല്ലെങ്കിൽ എന്താ പറയുക ടാസ്കിന് ഇത്ര സമയം എടുക്കുന്നുണ്ടോ, അതൊക്കെ വന്നിട്ടാണ് അവര് എന്താ പറയുന്ന ഒരു വ്യക്തിയെ ക്യാരി ഔട്ട് ചെയ്യുന്നത്. ഇന്റർവ്യൂവറൊക്കെ വ്യക്തിയെ ക്യാരി ഔട്ട് ചെയ്യുന്നത്. അതാണ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എന്ന് പറയുന്നത്. ദെൻ അച്ചീവ്മെന്റ് ടെസ്റ്റ്. അപ്പൊ ഈ കുറെ ടെസ്റ്റുകളൊക്കെ വരുമ്പോൾ നിങ്ങൾ മനസ്സിലോർക്കണം. ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ടാസ്ക് എന്നോ മനസ്സിലോർക്കാം. അത് വെച്ചിട്ടാണ് അവർ ക്യാരി ഔട്ട് ചെയ്യുന്നത്. അച്ചീവ്മെന്റ് ടെസ്റ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇറ്റ് എവാലുവേറ്റ്സ് ഡെവലപ്ഡ് നോളജ് ഓർ സ്കിൽസ് ആഫ്റ്റർ എ പീരിയഡ് ഓഫ് ട്രെയിനിങ്. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ അച്ചീവ്മെന്റ് ടെസ്റ്റ് എന്ന് വെച്ചാൽ നേട്ടം. അച്ചീവ്മെന്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം നേട്ടം എന്തോരം നേടി. അതായത് കുറച്ച് ട്രെയിനിങ്, ഒരു 6 month ട്രെയിനിങ് അല്ലെങ്കിൽ മിക്കവാറും സ്ഥലങ്ങളിൽ ഒരു ട്രെയിനിങ് പീരീഡ് തരും അല്ലെ? ചിലപ്പോൾ 1 day ആയിരിക്കും, 3 day ആയിരിക്കും, ചിലപ്പോൾ 3 month ആയിരിക്കും, ചിലപ്പോൾ 6 month ആയിരിക്കും. ആ ട്രെയിനിങ് പീരീഡില് അവരുടെ നോളജ്, അവരെന്തോരം അറിവ് സമ്പാദിച്ചു, അവർക്ക് എന്തോരം കഴിവ് നേടാൻ സാധിച്ചു എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് അവരെ വിലയിരുത്തുന്ന ഒരു ടെസ്റ്റിംഗ് ആണ് അച്ചീവ്മെന്റ് ടെസ്റ്റ്. ഇപ്പൊ നമ്മൾ 2 ടെസ്റ്റ് പഠിച്ചു. ഒന്ന് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റും സെക്കൻഡ് അച്ചീവ്മെന്റ് ടെസ്റ്റും. ക്ലിയർ ആവുന്നില്ലേ? നീ വീണ്ടും പഠിക്കാനൊന്നും ഇരിക്കരുത്. ഇപ്പൊ തന്നെ നിങ്ങൾ ക്യാച്ച് ചെയ്ത് പോണം. കിട്ടുന്നില്ലേ ഞാൻ പറയാത്? ഓക്കെ. അപ്പൊ 2 ടെസ്റ്റ് ആണ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റും അച്ചീവ്മെന്റ് ടെസ്റ്റും. ദെൻ നെക്സ്റ്റ് എന്ന് പറയുന്നത് പേഴ്സണാലിറ്റി ടെസ്റ്റ്. പേഴ്സണാലിറ്റി എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം ഒരു വ്യക്തിത്വം അല്ലെ? വ്യക്തിത്വമായ ടെസ്റ്റ് ആണ്. വ്യക്തിത്വമായ ഘടകങ്ങൾ അടങ്ങിയ ഒരു ടെസ്റ്റ് ആണ് പറയുന്നത്. ഇത് നോക്കാം. ഇഫ് മെയിൻലി ആക്സസ് ഹ്യൂമൻ പേഴ്സണാലിറ്റി ടെസ്റ്റിംഗ് ആൻഡ് അസസ്മെന്റ് റെഫർ ടു ടെക്നിക്സ് ഡിസൈൻ ടു മെഷർ ദ ക്യാരക്ടറിസ്റ്റിക്സ് പാറ്റേൺസ് ഓഫ് ട്രേറ്റ്സ് ദാറ്റ് പീപ്പിൾ ഷോ അക്രോസ് വേരിയസ് സിറ്റുവേഷൻസ്. നമുക്ക് ഓരോ സിറ്റുവേഷൻസും അവർ പ്രൊവൈഡ് ചെയ്യാണ്. ആ സിറ്റുവേഷൻസിൽ ചിലപ്പോ എന്താ പറയണം, നമുക്ക് ക്ഷമ കിട്ടാത്ത കുറെ
സംഭവമാണ്. ചിലപ്പോ എന്താ പറയാ, നമുക്ക് സ്വാഭാവികമായിട്ട് അറിയാം പിള്ളേരെ അടുത്ത് എന്താ പറയാ നമുക്ക് കൈകാര്യം ചെയ്യുമ്പോഴാണ് ഏറ്റവും ക്ഷമ കുറവെന്നൊക്കെ ചിലർ പറയാനൊക്കെ. കാരണം അവരുടെ ആ വാശിയും ഇതും നമുക്ക് കൈകാര്യം ചെയ്യാൻ പറ്റില്ല. എന്ത് പറഞ്ഞാലും പെട്ടെന്ന് അങ്ങനെ ആക്സെപ്റ്റ് ചെയ്യാത്ത പ്രകൃതം. അങ്ങനെ വരുന്ന പിള്ളേരെ ഹാൻഡിൽ ചെയ്യുമ്പോൾ ഹലോ ഇതിലാണോ ഡിസ്റ്റർബ് അല്ലേ? അല്ല. അപ്പൊ നമ്മളിപ്പോ ടീച്ചിങ് സെക്ഷനിലേക്കൊക്കെയാണ് ഒരു കൊടുക്കണമെങ്കിൽ ഒരുപാട് ഇച്ചിരി ഡിസ്റ്റർബഡ് ആയിട്ടുള്ള പിള്ളേരായിരിക്കും ചിലപ്പോ നമ്മുടെ മൂക്കിൽ കൊണ്ടുവന്ന് വയ്ക്കുക. അങ്ങനെ വരുമ്പോ അവരെ ഒന്ന് ഹാൻഡിൽ ചെയ്യാനുള്ള കപ്പാസിറ്റി, ആ ഒരു കഴിവ് നമുക്കുണ്ടോ? അങ്ങനെ വരുന്ന ഒരു എന്താ പറയണ, നമ്മളൊരു അവരായിട്ടൊരു കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്കത് ആ കുട്ടിയെ കൈകാര്യം ചെയ്തെടുക്കാനുള്ള കഴിവ് എത്രത്തോളം ഉണ്ട് എന്ന് അവര് മനസ്സിലാക്കിയെടുക്കും. അതാണ് പറയുന്നത് സിറ്റുവേഷൻസ്. ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞതേ ഉള്ളൂ. പിള്ളേരുമായി ബന്ധപ്പെട്ട ഏത് ജോബാണോ ആ ജോബില് വ്യക്തിപരമായി നമ്മൾ ഇടപെടേണ്ട സാഹചര്യത്തില് നമ്മള് എത്രത്തിൽ ഇപ്പൊ നമ്മള് എന്താ പറയുക ഹോസ്പിറ്റലിൽ തന്നെ നമ്മൾ പറഞ്ഞു ഫ്രണ്ട് ഓഫീസിൽ ഇരിക്കുന്ന വ്യക്തിക്ക് കുറെ കഴിവുണ്ടാവണം. നിങ്ങൾ ആ ചാപ്റ്റർ ഒക്കെ പഠിച്ചു കാണും അല്ലെ? അപ്പൊ ആ വ്യക്തിക്ക് മുമ്പില് സെലക്ഷൻ പ്രൊസീജിയറിൽ ചിലപ്പോൾ നമുക്ക് മൊത്തം എന്താ പറയാ ധൃതി പിടിച്ച് പറയുന്ന അല്ലെങ്കിൽ പെടപെടാവുന്ന കാര്യങ്ങള് ചെയ്യുന്ന വ്യക്തിയാണ് വന്നെങ്കിൽ അവരെത്രത്തോളം അവരെ അക്സെപ്റ്റ് ചെയ്ത് കൈകാര്യം ചെയ്യുന്നുണ്ട് എന്ന് മനസ്സിലാക്കിയിരിക്കും. കുറെ നോളജ് അല്ലെങ്കിൽ കുറെ വ്യക്തി എന്താ ലാംഗ്വേജ് ഉള്ള പേഴ്സൺസിനെ ആയിരിക്കും കൂടെ വരാം. അപ്പൊ അവരോടൊക്കെ എങ്ങനെയാണ് പെരുമാറുന്നത്, അവരോടൊക്കെ സംസാരിക്കാനുള്ള കഴിവുണ്ടോ, ഇതൊക്കെ ആയിരിക്കും ഇവര് ചെയ്യുന്നത്, ടെസ്റ്റ് ചെയ്യുന്നത്. അപ്പൊ ഈ പേഴ്സണാലിറ്റി ടെസ്റ്റ് എന്ന് പറയുന്നത് ആ സിറ്റുവേഷൻസ് ഇവർ അറേഞ്ച് ചെയ്യും. ആ അറേഞ്ച് ചെയ്തിട്ട് അവരിൽ നിന്ന് ഈ വ്യക്തി കാണിക്കുന്ന ഈ കാൻഡിഡേറ്റ് കാണിക്കുന്ന റിയാക്ഷൻ മനസ്സിലാക്കിയിട്ടാണ് അവര് കേപ്പബിൾ ആണോ എന്ന് സെലക്ട് ചെയ്യുന്നത്. ഇവിടെ മനസ്സിലായോ? ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് മനസ്സിലായോ? അച്ചീവ്മെന്റ് ടെസ്റ്റ്, പേഴ്സണാലിറ്റി ടെസ്റ്റ്, 3 ടെസ്റ്റുകൾ മനസ്സിലായോ? ക്ലിയർ ആണോ? ഹലോ, ഓക്കെ. Then next, പറയുന്നത് interest test. It determines a person's preference for specific fields or activity. ഇൻട്രസ്റ്റ് ചില വ്യക്തികൾക്ക് എന്താ പറയാ, നമ്മള് ഒരു സെലക്ഷൻ എടുക്കുമ്പോൾ തന്നെ നമ്മൾ പഠിക്കുന്ന ചില മേഖലകൾ തിരഞ്ഞെടുക്കുമ്പോൾ തന്നെ നമ്മള് എന്താ പറയുക കാൻഡിഡേറ്റ് തിരഞ്ഞെടുക്കുന്നത് എന്താ, ചില സെപ്പറേറ്റ് കാര്യങ്ങളിലേക്ക് അവര് തിരഞ്ഞെടുക്കുന്നത്. അതെന്തുകൊണ്ട് അവരങ്ങനെ തിരഞ്ഞെടുക്കുന്നത്? അവർക്ക് ആ ഒരു വിഷയത്തിനോടായിരിക്കും കൂടുതൽ അറ്റാച്ച്മെന്റ് അല്ലെ? അങ്ങനെ വരുമ്പോൾ ആ സ്പെഷ്യൽ ടേസ്റ്റ്, ആ പ്രിഫറൻസ് അനുസരിച്ചാണ് അവര് പോകുന്നത്. അതാണ് ഇൻട്രസ്റ്റ് ഉള്ള പേഴ്സൺ ആണോ, ഇന്ന ജോബിന് ഇൻട്രസ്റ്റ് ഉള്ള പേഴ്സൺ ആണോ എന്ന് അവര് തിരിച്ചറിഞ്ഞിട്ടാണ് അവരെ സെലക്ട് ചെയ്യുന്നത്. അപ്പൊ പേഴ്സൺ പ്രിഫറൻസ് ഫോർ സ്പെസിഫിക് പ്രിഫറൻസ് എന്ന് വെച്ചാൽ മുൻഗണന ഫോർ സ്പെസിഫിക് ഫീൽഡ്, ഒരു പ്രത്യേകമായ ഫീൽഡ് ഓർ ആക്ടിവിറ്റീസ്, പ്രവർത്തനത്തിന് അവര് എന്താ പറയുന്ന മുൻഗണന കൊടുക്കുന്നതാണോ എന്ന് മനസ്സിലാക്കിയിട്ടാണ് അവരെ തിരഞ്ഞെടുക്കുന്നത്. അവർ ഇൻട്രസ്റ്റ് ഉള്ള പേഴ്സൺ ആണെന്ന് മനസ്സിലാക്കിയിട്ട് തിരഞ്ഞെടുക്കുന്നത്. ക്ലിയർ ആണോ? ഈ 4 ടെസ്റ്റുകളും നിങ്ങൾക്ക് മനസ്സിലായോ? പേരുകൾ കേൾക്കുമ്പോൾ തന്നെ നമ്മള് ആൻസറുകൾ പെട്ടെന്ന് തന്നെ, ആപ്റ്റിറ്റ്യൂഡിനെ കേൾക്കുമ്പോൾ തന്നെ നമ്മള് ടാസ്കിന്റെ ഇടയിൽ അണ്ടർലൈൻ ചെയ്യുക, ടാസ്ക് ആണ് കൊടുക്കുക. അച്ചീവ്മെന്റ് എന്ന് പറയുമ്പോൾ എന്താണ്, അവരുടെ ഈ നോളജും സ്കില്ലും ആണ് എവാലുവേറ്റ് ചെയ്യുക. പേഴ്സണാലിറ്റി എന്ന് പറയുമ്പോൾ ആ സിറ്റുവേഷൻ അവർക്ക് കൊടുക്കും. അതിൽ നിന്നാണ് അവർ തന്നെ സെലക്ട് ചെയ്യുന്നത്. തന്നെ ഇൻട്രസ്റ്റ്, അത് ആ സ്പെഷ്യൽ ഇൻട്രസ്റ്റ് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം ഇൻട്രസ്റ്റ് ഉള്ള വ്യക്തികളെയാണ് അവർ സെലക്ട് ചെയ്യുന്നത്. ഓക്കെ, ക്ലിയർ ആയോ? ഇനി നെക്സ്റ്റ്, ഓൺ ദ ബേസിസ് ഓഫ് യൂസ് ഓഫ് ടെസ്റ്റ്. ഇത് നോക്കാം. ഓൺ ദ ബേസിസ് ഓഫ് ദ യൂസ് ഓഫ് വിച്ച് ദ ടെസ്റ്റ് ആർ പുട്ട്, they may be categorized into 3 broad categories. അതായത് ഇങ്ങനെ വരുമ്പോ ഈ ടെസ്റ്റിൽ എന്താ ചെയ്യുക, ബേസിസ് ഓഫ് യൂസ് ടു വിച്ച് ദ ടെസ്റ്റ്, ഈ ടെസ്റ്റിനെ വീണ്ടും ഒരു 3-4 തെരഞ്ഞെടുത്ത് പറയുന്നുണ്ട്. അത് നമുക്ക് താഴെ നിന്ന് നോക്കി കഴിയുമ്പോൾ മനസ്സിലാവും. സെലക്ഷൻ ടെസ്റ്റ് അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ സെലക്ഷൻ ടെസ്റ്റ്, ക്ലാസിഫിക്കേഷൻ ടെസ്റ്റ്, പ്ലേസ്മെന്റ് ടെസ്റ്റ് ഓർ ഡിസിഷൻ, പ്ലേസ്മെന്റ് ടെസ്റ്റ് ഓർ ഡിസിഷൻ തന്നെ വീണ്ടും പറയുന്നുണ്ട്. അത് നമുക്ക് വായിച്ച് മനസ്സിലാക്കാൻ കിട്ടും. നോക്കാം. സെലക്ഷൻ ടെസ്റ്റ്, ദീസ് ടെസ്റ്റ് ആർ ഡൺ ടു സെലക്ട് ആപ്റ്റ് കാൻഡിഡേറ്റ് ഫോർ എ പെർട്ടിക്കുലർ ജോബ്. ആപ്റ്റ് എന്ന് പറയുന്നത് കറക്റ്റ്, കഴിവുള്ള വ്യക്തി, അതാണോ ഈ കാൻഡിഡേറ്റ് എന്ന്. സാധാരണ എല്ലാം സെലക്ഷൻ പ്രൊസീജിയർ തന്നെയാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ഇന്റർവ്യൂവിനും ഫോളോ ചെയ്യുന്ന വ്യത്യസ്ത രീതിയിലായിരിക്കും. അപ്പൊ ഈ ഒരു സെലക്ഷൻ ടെസ്റ്റ് എന്ന് പറയുന്നത് ആ വ്യക്തി കഴിവുണ്ടോ എന്ന് മനസ്സിലാക്കിയിട്ടാണ് സെലക്ട് ചെയ്യുന്നത്. പർട്ടിക്കുലർ ജോബ് കൊടുത്തിട്ട് അത് ചെയ്യാനുള്ള കഴിവ് ആ വ്യക്തിക്ക് ഉണ്ടോ എന്ന് നോക്കിയിട്ടാണ് സെലക്ട് ചെയ്യുന്നത്.
Then classification test, under such a test, specific consideration are given to decide on which of the several possible assignments a person will be able to do his best. അതായത് നമ്മൾക്കറിയാം, നമുക്ക് സ്കൂൾ തലം കോളേജ് തലത്തിലൊക്കെ കുറെ അസൈൻമെന്റ്സ് ഒക്കെ കിട്ടും അല്ലെ. അസൈൻമെന്റ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ പ്രവർത്തന മേഖലയാണ്, നമ്മൾ സ്വന്തമായിട്ട് അത് തയ്യാറാക്കി കൊണ്ടുപോകണം അല്ലെ. അപ്പൊ ആ തയ്യാറാക്കി കൊണ്ടുപോകുന്ന കാര്യങ്ങളൊക്കെ വിലയിരുത്തിയിട്ട് അതിൽ നിന്നും ഏബിൾ ആയിട്ടുള്ള പേഴ്സൺ ആണോ എന്ന് കണ്ടെത്തുന്ന ഒരു രീതിയാണ്. Under such a test, special consideration are given to decide on which the several possible കുറെ പോസിബിൾ ആയിട്ടുള്ള അസൈൻമെന്റ്സ് കൊടുക്കും. Will be able to do, അവർക്ക് ചെയ്യാൻ കഴിയുന്നതാണോ, അത് ഹിസ് ബെസ്റ്റ്, അവനെ അത് ഏറ്റവും നന്നായിട്ട് പ്രിഫർ ചെയ്യാൻ കഴിയുന്ന വ്യക്തി ഏതാണെന്ന് കണ്ടെത്തിയിട്ട് അവരെ സെലക്ട് ചെയ്യും. Then placement test or a decision. ഇതെങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ it is considered with assigning a person to different levels of work rather than distinctly different types of work. അതായത് ഓരോ വ്യക്തിക്ക് വ്യത്യസ്ത തരത്തിലുള്ള വർക്ക് കൊടുക്കുകയാണ്. അവരുടെ ചിലപ്പോൾ ആ വ്യക്തിക്ക് ഒട്ടും എന്താ പറയുക ഹാൻഡിൽ ചെയ്ത് ചിലപ്പോൾ കഴിവുണ്ടാവില്ലെങ്കിൽ കൂടി അവര് ചെയ്യാൻ പറ്റുമോ എന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അവർക്ക് അത് പറ്റിയില്ലെങ്കിലും അതെങ്ങനെയാ ചെയ്യാനായിട്ട് ചിലർ പറയില്ലേ, നമുക്ക് അറിയില്ലെങ്കിലും നമ്മുടെ ഒരു മറ്റുള്ളവരെ മനസ്സിലാക്കിയിട്ട് ചെയ്യാൻ കാണിക്കുന്ന ആ താല്പര്യം, അതൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര പഠിപ്പിച്ചു കൊടുക്കാൻ നേടിയെടുക്കാൻ പറ്റുമെന്ന് ഈ മാനേജർക്ക് മനസ്സിലാക്കി എടുക്കാൻ പറ്റും. അപ്പൊ അത്തരത്തില് ഡിഫറെന്റ് ആയിട്ടുള്ള ടൈപ്സ് ഓഫ് വർക്കുകൾ കൊടുത്തിട്ട് അതിൽ നിന്നും തെരഞ്ഞെടുക്കുക. ക്ലാസിഫിക്കേഷൻ ടെസ്റ്റ് അണ്ടർ സച്ച് ടെസ്റ്റ് സ്പെഷ്യൽ കൺസിഡറേഷൻ are given to decide on which of the several possible assignments a person will be able to his best. വീണ്ടും അത് തന്നെ പറയുന്നത് അവർ ആ കൊടുത്തിരിക്കുന്ന വർക്ക് നന്നായിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് മനസ്സിലാക്കിയെടുക്കുക. മറ്റേതെന്ന് പറഞ്ഞാൽ അസൈൻമെന്റ്സ് ആയിരിക്കും, ഇതെന്ന് പറഞ്ഞാൽ ചെയ്യാനായിട്ടുള്ള വർക്കുകളായിരിക്കും. അപ്പൊ ആ വർക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് മനസ്സിലാക്കിയിട്ട് അതിൽ ഏറ്റവും നന്നായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യക്തി ഏറ്റവും അതാണ് ബെസ്റ്റ് കൺസിഡർ ചെയ്തിട്ട് അവരെ സെലക്ട് ചെയ്യും. The next placement test or a decision. It is mainly concerned with assigning a person to different. എന്ന് വെച്ച് പറയുന്നത് പ്ലേസ്മെന്റ് ടെസ്റ്റ് എന്ന് പറയുന്നത് മെയിൻലി കൺസിഡർ ചെയ്ത് സാധാരണയായിട്ട് കൺസിഡർ ചെയ്യുന്നത് അസൈനിങ് എ പേഴ്സൺ ടു ഡിഫറെന്റ്. അസൈൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് അസൈൻമെന്റ് ചെയ്താൽ ജോലികള് ഓരോ പേഴ്സൺസിനും പറ്റുന്നതനുസരിച്ച് ചെയ്തിട്ട് ലെവൽ ഓഫ് വർക്കും റാദർ ദാൻ എവിഡന്റ്ലി ഡിഫറെന്റ് ടൈപ്സ് ഓഫ് വർക്ക്, മറ്റു വർക്കുകളെ അപേക്ഷിച്ച് ഇവർ എന്തൊക്കെയാണ് ചെയ്തേക്കുന്നതെന്ന് മനസ്സിലാക്കിയിട്ട് അതിൽ നിന്ന് സെലക്ട് ചെയ്ത് ഒരു സെലക്ഷൻ പ്രൊസീജിയർ എന്ന് പറയുന്നത് അവർക്ക് ഒരു സ്ഥാപനം ഏത് രീതിയിൽ സെലക്ട് ചെയ്യാനുള്ള ഒരു തീരുമാനം അവർ തന്നെ എടുക്കുക. ചിലപ്പോ ആണെങ്കിൽ നമുക്ക് അസൈൻമെന്റോ ചിലപ്പോ പ്രോപ്പർ വർക്ക് വെച്ചിട്ടോ അല്ലെങ്കിൽ ട്രെയിനിങ് വെച്ചിട്ടോ അല്ലെങ്കിൽ എന്താ പറയണ നമ്മൾ നേരിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ വഴിയോ അങ്ങനെ വ്യത്യസ്ത രീതിയിലാണ് അവര് സെലക്ട് ചെയ്യുന്നത്. Then placement test or a decision, it is mainly concerned with assigning a person different. ഇത് കുറെ നിങ്ങൾ കേൾക്കുമ്പോൾ ഇതെല്ലാം സെയിം അല്ലേ എന്ന് തോന്നിപ്പോകും. ശരിയാണ്, കുറെയൊക്കെ സെയിം. അപ്പൊ നിങ്ങൾ പഠിച്ചിരിക്കുന്നത് ഇത് തന്നെയാണ് തിരിച്ചു മറിച്ചിട്ടൊക്കെ അവര് പറയുന്നത്. ക്ലിയർ ആവുന്നുണ്ടോ? ഞാൻ പറയുമ്പോ ഒരു ഡിസ്റ്റർബൻസ് പുറത്തുനിന്ന് വരുന്നു. ഞാൻ പറയുന്നത് കേൾക്കാൻ പറ്റുന്നുണ്ടോ? ഉണ്ട്. അപ്പോ അങ്ങനെ വരുമ്പോൾ ഈ ടെസ്റ്റ് ഓരോ മീനിങ്ങിൽ നിന്ന് മനസ്സിലാക്കുന്നത് നമുക്ക് സാധാരണ അറിയാവുന്ന തന്നെ ഒരു പോയിന്റുകൾ തന്നെയാണ്. നിങ്ങൾക്ക് വായിച്ചു നോക്കിയാൽ തന്നെ റഫായിട്ട് വായിച്ചാൽ തന്നെ ഇതൊക്കെ മനസ്സിലാവും. ഓരോ പോയിന്റ് തിരിച്ചു മറിച്ചിട്ട് പറയുന്നു, അസൈൻമെന്റ് കൊടുക്കുന്നു, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് വർക്ക് കൊടുക്കുന്നു, അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ വഴി കണ്ടെത്തുന്നു. നമ്മളൊക്കെ സാധാരണ അഭിമുഖീകരിക്കുന്ന കുറെ കാര്യങ്ങൾ തന്നെയാണ് ഇതിൽ പറയുന്നത്. അതാണ് സെലക്ഷൻ പ്രൊസീജിയറിൽ പറയുന്നത്. താഴേക്ക് പോകുമ്പോൾ ഇൻഡിവിജ്വൽ ഓർ ഗ്രൂപ്പ് ടെസ്റ്റ്. ഇൻഡിവിജ്വൽ ടെസ്റ്റ് ഈസ് a test in which a single individual is tested at a time and also observed his behavior. അപ്പോ നമ്മുടെ നമ്മുടെ പെരുമാറ്റമാണ് ഇവിടെ കൂടുതൽ പറയുന്നത്. എന്താ നമ്മുടെ പെരുമാറ്റത്തിലെ വരുന്നത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യം. ഇൻഡിവിജ്വൽ ഒരു ഗ്രൂപ്പ് ഓഫ് ടെസ്റ്റ്. ഇൻഡിവിജ്വൽ ടെസ്റ്റ് ഈസ് എ ടെസ്റ്റ് ഇൻ വിച്ച് എ സിംഗിൾ ഇൻഡിവിജ്വൽ is tested at a time and also observed his behavior carefully through the testing period. Group tests are normally done in a format which enable individual to record his own response and can be simultaneously given to a member of individuals without any special need of observing their behavior.
അത് വലിയൊരു പാരഗ്രാഫാണ് ഞാൻ വായിച്ചത്. എന്തായാലും ചെറുതായിട്ട് നിങ്ങളോട് പറയാം. ഇൻഡിവിജ്വൽ ഒരു ഗ്രൂപ്പ് ടെസ്റ്റ്, അതായത് ഇൻഡിവിജ്വൽ ആയിട്ട് നടത്താം, ഗ്രൂപ്പ് ആയിട്ട് ടെസ്റ്റ് നടത്താം. ഇൻഡിവിജ്വൽ ടെസ്റ്റ് ഈസ് എ ടെസ്റ്റ് in which a single individual is tested at a time. ഒരു സിംഗിൾ ആയിട്ടുള്ള ഒരു ഇൻഡിവിജ്വൽ ആണ് ടെസ്റ്റ് ആ സമയത്ത് നടത്തുന്നത്, അല്ലെ? ഒരു പേഴ്സൺ തന്നെയാണ് നേരിട്ട് നടത്തുന്ന ഒരു ടെസ്റ്റിംഗ് ആണ്. ആൻഡ് ഓൾസോ ഒബ്സർവ് ഹിസ് ബിഹേവിയർ കെയർഫുള്ളി. അപ്പൊ ഒരു പേഴ്സൺ തന്നെ നടത്തുന്നുള്ളൂ എങ്കിലും ആ പേഴ്സൺ അവരുടെ ബിഹേവിയർ, പെരുമാറ്റങ്ങളെല്ലാം കെയർഫുള്ളി ആയിട്ട് ഹാൻഡിൽ ചെയ്യും. നമ്മൾ ചിലപ്പോ ചില സാറന്മാരൊക്കെ ക്ലാസ് എടുക്കുമ്പോൾ പറയാറുണ്ട്, ഇന്റർവ്യൂ ചെയ്യുമ്പോൾ നിങ്ങൾ ഇങ്ങനെയൊക്കെ ശ്രദ്ധിക്കണം, നിങ്ങൾ കയറി വരുന്ന സ്റ്റെപ്പ് എത്രയായിട്ടെന്ന് ചോദിച്ചിട്ടുണ്ടാവും. ചിലപ്പോൾ നിങ്ങൾ കയറി വന്നിരിക്കുന്ന പൊസിഷൻ ആയിരിക്കും നോട്ട് ചെയ്തിട്ടുണ്ടാവുക. നിങ്ങൾ എന്താ പറയാ, നിങ്ങൾ വെൽക്കം എന്താ പറയാ, നമ്മള് വിഷ് ചെയ്യുന്നതും അതേപോലെ തന്നെ ഇന്റർവ്യൂ നേടിയിട്ട് പോകുന്നതും അതൊക്കെ നോക്കിയിട്ടൊക്കെയാണ് അവര് സെലക്ട് ചെയ്യുന്നതൊക്കെ പറയും, അല്ലേ? അതാണ് പറയുന്നത്. ഒരു സിംഗിൾ ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ് നമ്മൾ ചെയ്യുന്നതെങ്കിലും, സെലക്ഷൻ പ്രൊസീജിയർ നടത്തുന്നതെങ്കിലും അവര് ബിഹേവ് ചെയ്യും. നമ്മളുടെ പെരുമാറ്റങ്ങളെല്ലാം കെയർഫുൾ ആയിട്ട് ബിഹേവ് ചെയ്യും, ശ്രദ്ധിക്കും. അതിനുശേഷമാണ് അവര് ടെസ്റ്റിംഗ് പീരീഡിൽ നിന്ന് സെലക്ട് ചെയ്തിട്ട് നമ്മൾ തെരഞ്ഞെടുത്തു അല്ലെങ്കിൽ റിമൂവ് ചെയ്യുകയോ വേണ്ടയോ എന്ന ഡിസിഷൻ എടുക്കുന്നത്. Then group tests are normally done in a format which enables individuals to record his own response and can be simultaneously given to a member of individuals without any special need of observing their behavior. ഇതിലെന്താ പറയുന്നത്? ഒരു മിനിറ്റ് കേട്ടോ. അപ്പോ ഇതില് നിങ്ങൾ നോക്കാം, ഇതില് ഒരു ചെറിയ ഡിസ്റ്റർബൻസ് വന്നപ്പോ ഞാൻ ചെയ്തതാണ്. അപ്പോ എന്താ പറയാ, ഇവിടെ നേരിട്ട് ഒരു വ്യക്തി നേരെ ഇന്റർവ്യൂ ചെയ്യുന്നു. അത് വരുന്ന കാൻഡിഡേറ്റിന്റെ പെരുമാറ്റങ്ങളെല്ലാം ശ്രദ്ധിച്ചിട്ട് അതിൽ നിന്ന് സെലക്ട് നടത്തുന്നു. Then next എന്ന് പറയുന്നത് ഗ്രൂപ്പ് ഓഫ് ടെസ്റ്റ് ആർ നോർമലി ഡൺ ഇൻ എ ഫോർമാറ്റ് വിച്ച് എനേബിൾ ഇൻഡിവിജ്വൽ ഓർ ടു റെക്കോർഡ് ഹിസ് ഓൺ റെസ്പോൺസ് and can be simultaneously given to a member of individuals without any special need of observing their behavior. അവരെന്താ ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ഒരു ഗ്രൂപ്പ് ആയിട്ടുള്ള പേഴ്സൺസ് ആയിരിക്കും. ചിലപ്പോ ഓരോ വ്യക്തികൾ ചോദിക്കുമ്പോൾ ചോദ്യത്തിന് എങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്നു, നെക്സ്റ്റ് ടൈം എങ്ങനെ. ഇപ്പൊ ഒരു പേഴ്സൺ തന്നെ പല കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യേണ്ട ഒരു സിറ്റുവേഷനിൽ വർക്ക് ചെയ്യേണ്ടി വരികയാണെങ്കിൽ അവർക്ക് ഇതെല്ലാം നല്ല ക്വിക്കായിട്ട് നന്നായിട്ട് കൃത്യമായിട്ട് മാനേജ് ചെയ്ത് കൊണ്ടുപോകാനുള്ള കഴിവുണ്ടോ എന്ന് തിരിച്ചറിയാൻ വേണ്ടിയിട്ടൊക്കെ എന്താ ചെയ്യാ, ഒരു കുറച്ച് പേര് ഗ്രൂപ്പായിട്ടുള്ള രീതിയിൽ തന്നെ ഇന്റർവ്യൂ ചെയ്യും. എന്നിട്ട് എന്താ ചെയ്യാ, അവര് പല രീതിയിലും ഈ ഇൻഡിവിജ്വൽസിൽ നിന്ന് ഇൻഫോർമേഷൻസ് കളക്ട് ചെയ്യും. അപ്പൊ അതെല്ലാം കറക്റ്റ് ആയിട്ട് കൈകാര്യം ചെയ്യാനായിട്ട് പറ്റുന്നുണ്ടോ എന്ന് ഇവര് ടെസ്റ്റ് ചെയ്യുകയും ചെയ്യും. ഓക്കെ, വിത്തൗട്ട് എനി സ്പെഷ്യൽ നീഡ് ഓഫ് ഒബ്സർവിങ് ദെയർ ബിഹേവിയർ. അപ്പൊ എന്തെങ്കിലും അവരുടെ മൈൻഡിൽ ഉണ്ടാവും, ഇങ്ങനെ ടോപ്പിക്ക് നമുക്ക് അപ്പൊ മറ്റൊരാള് ഈ ഒരു ടോപ്പിക് കൊടുക്കുക, അല്ലെങ്കിൽ വേറൊരാള് വേറൊരു ടോപ്പിക് കൊടുക്കുക. അപ്പൊ ഇങ്ങനെയൊക്കെ കൊടുക്കുന്ന ടൈമിൽ ഈ വ്യക്തിയുടെ റിയാക്ഷൻ എന്താ എന്ന് മനസ്സിലാക്കിയിട്ട് അവര് കറക്റ്റ് തീരുമാനമെടുക്കും. ഓക്കെ, ഇതാണ് എന്താ പറയുന്നത് ഇന്റർവ്യൂവിന് മുമ്പുള്ള ഒരു സെലക്ഷൻ പ്രൊസീജിയർ ആണ്. ഇത് തന്നെ വീണ്ടും ഇന്റർവ്യൂ എന്നൊരു പോയിന്റ് ഹെഡിങ്ങിലേക്ക് വീണ്ടും വരുന്നുണ്ട്. പക്ഷെ ഇതിക്ക് മുമ്പ് ഒരു സെലക്ഷൻ എടുക്കുന്നതാണ്. സെലക്ട് ചെയ്തു, അതിനുശേഷമാണ് നമുക്ക് നേരിട്ടുള്ള ഇന്റർവ്യൂ പാനലിലേക്കൊക്കെ പോണത്. ഈ സെലക്ട് ചെയ്യുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. സെലക്ട് ചെയ്യണമെങ്കിൽ കുറെ പേഴ്സൺസ് ഉണ്ടാവും. അപ്പൊ ആ പേഴ്സൺസിൽ നിന്ന് കുറെ പേരെ സെലക്ട് ചെയ്യണമല്ലോ, എന്നിട്ട് വേണമല്ലോ അവരെ നേരിട്ട് വീണ്ടും ഇന്റർവ്യൂവിന് ക്ഷണിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ക്യാമ്പസ് സെലക്ഷൻ അങ്ങനെയൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. നമ്മൾ കുറച്ച് ഇതിന്റെയൊക്കെ കാര്യങ്ങൾ നേരത്തെ നിങ്ങൾ റിക്രൂട്ട്മെന്റ് എന്നൊക്കെ പറഞ്ഞ പാഠത്തൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പൊ അതിന് സെലക്ഷൻ എടുക്കുന്ന രീതികളാണ് ഈ പറയുന്നത്. അങ്ങനെ ഇങ്ങനെ ഒരു പല രീതി കടമ്പകൾ കഴിഞ്ഞിട്ട് വേണം ഒരു ജോലിക്ക് പോകണമെങ്കിൽ നമ്മൾ പറയില്ലേ, ആദ്യം തന്നെ കുറെ ക്വാളിഫിക്കേഷൻ ഉണ്ടാവണം. പല രീതിയിൽ നമ്മൾ കാര്യങ്ങൾ നേടിയെടുക്കണം. ടെക്നിക്കലായിട്ടുള്ള ക്വാളിഫിക്കേഷൻ നേടിയെടുക്കണം, പിന്നെ ഫിസിക്കലി ഇതുകൾ എടുക്കണം. എല്ലാം കഴിഞ്ഞിട്ട് ഈ സെലക്ഷൻ പ്രൊസീജിയർ കഴിഞ്ഞു, പിന്നെ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്ത് അങ്ങനെയൊക്കെയാണ് നമ്മളൊരു ജോലി നേടിയെടുക്കുക, അല്ലെ? അപ്പൊ അതൊക്കെ തന്നെയാണ് ഈ പറയുന്നത്. ഈ സെലക്ഷൻ രീതി എങ്ങനെയൊക്കെ എടുക്കുക എന്നുള്ള കാര്യമാണ് നമ്മളിപ്പോ കണ്ടത്. എങ്ങനെയാ സെലക്ഷൻ പ്രൊസീജിയർ എന്നുള്ള ഭാഗം നിങ്ങൾക്ക് മനസ്സിലായോ?
ഹലോ, നിങ്ങളൊന്ന് വായിച്ചിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലാകാത്ത ഭാഗം ഉണ്ടെങ്കിൽ ഒന്ന് ചോദിക്കാമോ? ജസ്റ്റ് ഒന്ന് ഓടിച്ചു നോക്കിയിട്ട്. ഞങ്ങളെല്ലാവരും വീട്ടിൽ തന്നെയാണോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വർക്ക് ചെയ്യുന്നവരാണോ? ഹലോ, വീട്ടിലാണ്. വീട്ടിൽ തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. അല്ല, കുറച്ച് ചെറിയ ചെറിയ കോഴ്സുകളൊക്കെ പഠിച്ചു വെക്കുന്നത് എപ്പോഴും നല്ലതാണ്. നമുക്ക് സാഹചര്യം അനുകൂലമാവുമ്പോ എന്താ പറയാ, നമുക്ക് എന്താ ഉപകാരപ്പെടാന്നൊന്നും അറിയില്ല. അപ്പൊ ചില ടൈമുകളിൽ എല്ലാവരും അങ്ങനെയൊക്കെ തന്നെയാണ്. കുറച്ച് കാര്യങ്ങളൊക്കെ നേടിയെടുക്കും. അതിനുശേഷം നമ്മുടെ സമയവും സാഹചര്യം എപ്പോഴാണെന്ന് നോക്കിയിട്ട് അതനുസരിച്ച് നമ്മൾ മുന്നോട്ട് പോകും. അപ്പൊ ഇന്നത്തെ കാലത്ത് ഇതെല്ലാം വേണം. ഒരുപാട് എല്ലാ കോഴ്സുകൾ കുറച്ചെങ്കിലും നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കണം, എന്തെങ്കിലുമൊക്കെ ജോലിക്ക് വേണമെങ്കിൽ. അതോടൊപ്പം തന്നെ നമ്മള് നന്നായിട്ട് ആക്റ്റീവായിട്ട് കൈകാര്യം ചെയ്യാനായിട്ട് നിൽക്കുക. കുറെ നോളജ് മാത്രം, സർട്ടിഫിക്കറ്റ് മാത്രം ഇന്നത്തെ കാലത്ത് പോരാ. നമ്മൾ നല്ല ആക്റ്റീവായിരിക്കണം. നമുക്ക് കിട്ടുന്ന ചെറിയ ചെറിയ മേഖലകളിൽ ഒരു ചെറിയ എന്താ പറയുക, ആഴ്ചയിൽ ഒരു ദിവസം മാത്രമേ നമുക്ക് എന്തെങ്കിലും ചെയ്യാനായിട്ട് പുറത്തു പോകാൻ, അല്ലെങ്കിൽ വീടിന് നിയറസ്റ്റ് ആയിട്ടുള്ള സ്ഥലങ്ങളിലൊക്കെ എന്തെങ്കിലും ഒരു ജോബ് ഉണ്ടെങ്കിൽ അതൊന്ന് വിട്ട് കളയരുത്. കാരണം തൊഴിൽ എന്ന് പറയുന്നത് അത് പെട്ടെന്ന് നമുക്ക് നേടിയെടുക്കാൻ പറ്റില്ല. ചെറിയൊരു എക്സ്പീരിയൻസും കൂടി എപ്പോഴും വേണം. അപ്പൊ നിങ്ങള് പരമാവധി പഠിക്കുന്നതിനൊപ്പം തന്നെ എന്തെങ്കിലുമൊക്കെ നോക്കാം. ഇപ്പൊ ഓൺലൈനൊക്കെ ആയിട്ട് കുറെ ജോബുകളൊക്കെ ഉണ്ട്. അപ്പൊ ചെറുതായിട്ട് പഠിക്കുന്നത് വിട്ട് എന്തായാലും കുറച്ചെങ്കിലും ഈ ഇതേപോലെ കുറച്ച് കോഴ്സുകളൊക്കെ വേണം എന്നുള്ളത് മസ്റ്റാണ്. അപ്പൊ അതിനോടൊപ്പം തന്നെ ചെറിയ ചെറിയ ജോബ് പറ്റുമെങ്കിൽ നിങ്ങൾ നോക്കാം. നിങ്ങൾ വർക്കലയിൽ തന്നെ രണ്ടുപേരൊക്കെ ഉള്ളത് കൊണ്ട് നിങ്ങൾ സംസാരിച്ചും എന്തെങ്കിലുമൊക്കെ ഒന്നിച്ച് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഒന്ന് കൈകാര്യം ചെയ്യാം അല്ലെ? എല്ലാവരും എന്താ പറയാ, കുട്ടികളുമായി ഇരിക്കുന്നത് കൊണ്ടാണോ പുറത്തു പോകാൻ പറ്റാത്തത്? കുറച്ചേരൊന്ന് ഈ കണ്ടിന്യൂസ് ആയിട്ട് ഇത് കേട്ടുകൊണ്ടിരുന്ന നമുക്ക് തലയ്ക്ക് എന്താ പറയാ, പഠിച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ചെറുതായിട്ട് ഇങ്ങനെയൊക്കെ സംസാരിക്കണേ കേട്ടോ. അല്ലെങ്കിൽ പഠനം മാത്രം ഇങ്ങനെ ക്ലാസ് എടുത്തുകൊണ്ട് തന്നെ ഇരുന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ എനിക്ക് ബോറായിട്ട് തോന്നും എന്ന് തോന്നിയിട്ടാണ്. നിങ്ങളൊക്കെ എന്തെങ്കിലും അടുത്ത് നിയറസ്റ്റ് പോവാൻ ചെറിയ ചെറിയ സ്ഥാപനങ്ങളൊക്കെ ഉള്ളവരുണ്ടോ? ഈ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്നൊക്കെ പറയുമ്പോ ചെറുതായിട്ടൊക്കെ ഒന്ന് എവിടെയെങ്കിലൊക്കെ ഒന്ന് ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും കയറാനൊക്കെ ഒരു ചാൻസ് ഉണ്ടോ? ഹലോ, എല്ലാവരും കോഴ്സ് പഠിക്കുകയാണ്. അതിനോടൊപ്പം തന്നെ ഞങ്ങൾ സർട്ടിഫിക്കറ്റ് ഒക്കെ നേടിയിട്ടാണ് ഞങ്ങൾ അതെ, നമ്മൾ എന്തും എന്താ പറയാ, വെറുതെ സമയം കളയരുതെന്ന് തന്നെ ഞാനും പറയാം. കാരണം നമുക്ക് ഇപ്പൊ ഈ ടൈമിലെങ്കിൽ പുറത്തു പോകാൻ, ജോലിക്ക് പോകാൻ പറ്റില്ല എങ്കിൽ എനിക്ക് 2 സർട്ടിഫിക്കറ്റ് ഒക്കെ നേടിയെടുക്കാൻ പറ്റുമെങ്കിൽ നേടിയെടുക്കുന്നത് തന്നെ നല്ലത്. അത് ഓൺലൈനൊക്കെ ആയിട്ട് ഞാനും എന്താ പറയണേ, എനിക്കും പറ്റാത്ത സമയങ്ങളിൽ ഞാനും ചെറിയ കോഴ്സുകളൊക്കെ ഇങ്ങനെ പഠിച്ച് നേടിയിട്ടുണ്ട്. അപ്പോ നല്ല കാര്യം തന്നെയാണ്. നമ്മൾക്ക് ഏത് മേഖലയിലേക്കാണ് തിരിയാൻ പറ്റുന്നതനുസരിച്ച് ആ മേഖലയിലേക്ക് തിരിയാൻ എളുപ്പമാണല്ലോ. അപ്പൊ അത് നല്ലൊരു കാര്യം തന്നെയാണ്. നിങ്ങളെടുത്ത ഡിസിഷൻ എപ്പോഴും നല്ലതാണെന്ന് ഞാൻ പറയാം. അപ്പൊ ഇത് പഠിക്കുക, പക്ഷെ ഇതിന് വേണ്ടിയിട്ട് ഒരുപാട് എന്താ പറയുക, ക്ലാസ് എടുക്കുന്നതിനൊപ്പം തന്നെ പഠിച്ചു പോവുക. അപ്പൊ അതിന് വേണ്ടിയിട്ട് പ്രത്യേക സമയം കണ്ടെത്താതെ തന്നെ പോവാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, ഇന്നത്തെ ക്ലാസ് എങ്ങനെയുണ്ട് നിങ്ങൾക്ക്? ഞാൻ കൂടുതൽ അടുത്തൊരു ടോപ്പിക് എടുക്കണോ ഞാൻ ആലോചിക്കുകയാണ്. ഇന്റർവ്യൂവിന്റെ ടോപ്പിക് എടുത്താ കണ്ടിന്യൂ ചെയ്യട്ടെ ഞാൻ? സാറാണ് എന്താ പറയുന്നത്? ക്ലാസ് എങ്ങനെ കണ്ടിന്യൂ ചെയ്യണോ അല്ലെങ്കിൽ ഇതുമായി ഡിസ്കസ് ചെയ്ത് പോകണോ? നിങ്ങൾക്ക് ഇനി ഒരുപാട് ചാപ്റ്റേഴ്സ് എടുക്കാനുണ്ടോ? അറിയോ നിങ്ങൾക്ക്? ഒരു മാക്സിമം നിങ്ങൾക്ക് ഇപ്പൊ എത്ര ചാപ്റ്റേഴ്സ് കിട്ടിയിട്ടുണ്ട്? ഹലോ, പുതിയ മൊഡ്യൂളിലാണോ? പുതിയ മൊഡ്യൂളാണ്. ഇപ്പൊ 30 ലാസ്റ്റ് മൊഡ്യൂളാണ് ഇത്. ഇപ്പൊ ഞാൻ എടുക്കുന്നത് ലാസ്റ്റ് മൊഡ്യൂളിലെയാണ്. അത്യാവശ്യം ചാപ്റ്റേഴ്സ് കിട്ടി കാണുമായിരിക്കും അല്ലെ? ഹലോ, ഒന്നിച്ച് ആദ്യത്തെ മൊഡ്യൂളുകളൊക്കെ ഇപ്പൊ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞ് വെച്ചതല്ലേ? നിങ്ങൾക്ക് ഇപ്പൊ റിവൈസ് ചെയ്യുമ്പോഴൊക്കെ അത് എടുത്ത് നോക്കുമ്പോഴൊക്കെ മനസ്സിലാവുന്നില്ലേ നെക്സ്റ്റ്? അല്ലേ?
ഹലോ. കേൾക്കുന്നുണ്ട് മിസ്സേ. ഓക്കെ, ഞാൻ വേണമെങ്കിൽ അടുത്ത പ്രശ്നത്തിലേക്ക് പോകാറ്. ഇതിപ്പോ ഒരുപാട് ക്ലാസ്സുകൾ ഇങ്ങനെ വന്നു തീർന്നിട്ട് വേണമെങ്കിൽ ചിലപ്പോ ആണെങ്കിൽ അടുത്ത സ്റ്റെപ്പിലേക്ക് കിടക്കാനൊക്കെ ആയിട്ടിരിക്കുന്നവരായിരിക്കാം. അതുകൊണ്ട് നമ്മൾ ഒട്ടും സമയം കളയാൻ നിൽക്കണ്ട. നമുക്ക് ഇന്റർവ്യൂ എന്ന പോർഷനിലേക്ക് കൂടി ഒന്ന് പതിയെ ഒന്ന് ഇറങ്ങി വെക്കാം. ഇതൊന്നും കൂടി ഞാൻ വായിച്ച് പറയേണ്ടതില്ലല്ലോ അല്ലെ? വീണ്ടും റിപ്പീറ്റ് ഒന്നും ചെയ്യേണ്ടതില്ലല്ലോ. വേണ്ട മിസ്സേ. Interviews. Interview is a formal meeting where one or more persons question or assess another person. The most widely used selection tool is probably the interview. It is a most complex selection technique since its scope consists of measuring all the relevant characteristics and integrating and classifying all other information about the applicant. Interview is defined as a selection technique which enable the employee to view the total individual and directly appraise him and his behavior. നമ്മൾ നേരത്തെ സെലക്ഷൻ പ്രൊസീജിയറിൽ പറഞ്ഞ കുറെ കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇന്റർവ്യൂവിലും വന്നത്. അപ്പോ ഞാൻ പറഞ്ഞു എന്തുകൊണ്ടാണ് നമ്മൾ ഇന്റർവ്യൂ എന്ന കടമ്പയിലേക്ക് എത്തുന്നതിന് മുമ്പ് ഈ സെലക്ഷൻ പ്രൊസീജിയർ എന്നൊക്കെ പറഞ്ഞാൽ അതൊരു മൊത്തത്തിലാണ് ഇപ്പോ നമ്മളെ ഒരു ജോലിക്ക് വേണ്ടിയിട്ട് തെരഞ്ഞെടുക്കുന്നത്. ഭയങ്കര എന്താ പറയുന്ന ഒരു വലിയൊരു കടമ്പ കഴിഞ്ഞിട്ട് വേണം നമുക്കൊരു ജോലി കിട്ടണമെങ്കിൽ. അത് അത്തരത്തിലായി ജോലി നല്ലൊരു ജോലി നേടിയെടുക്കാനായിട്ടുള്ള ഇത് പറയുന്നത്. കുറെ ടെസ്റ്റിംഗ് നടത്തണം, പിന്നെ വീണ്ടും സെലക്ഷൻ പ്രൊസീജിയർ. ആദ്യം എന്താ പറയാ റിക്രൂട്ട്മെന്റിൽ ചെന്ന് നമ്മള് വലിയ കാര്യമായിട്ട് നമ്മൾ കുറെ ക്വാളിഫിക്കേഷൻ ഒക്കെ വെച്ച് നമ്മളവിടെ ചെല്ലും. അവിടെ ചെന്ന് കഴിയുമ്പോൾ നമ്മൾ കുറെ കാൻവാസ് ഒക്കെ ചെയ്ത് അവരിങ്ങനെയൊക്കെ പറയും. പിന്നെ അത് സെലക്ഷൻ പ്രൊസീജിയർ നടത്തും. പിന്നെ വീണ്ടും അവർ ഇന്റർവ്യൂയിലേക്ക് പോകും. അവസാനം ചിലപ്പോൾ നമ്മൾ തന്നെ വിചാരിക്കും ഇത് എന്തൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് ജോലിയില്ല. ചിലപ്പോൾ അവര് വേറെ പേഴ്സണൊക്കെ നിയമിച്ചിട്ടുണ്ടാവും. അപ്പൊ നമുക്ക് ഭയങ്കര ഫീലിങ്സ് ആവും. പക്ഷേ നമുക്ക് കുറെ കാര്യങ്ങൾ മനസ്സിലാവും. ഈ ഇന്റർവ്യൂവിൽ പങ്കെടുക്കുമ്പോൾ അല്ലെങ്കിൽ സെലക്ഷൻ പ്രൊസീജിയറിൽ പങ്കെടുക്കുമ്പോൾ നമുക്ക് കുറെ കാര്യങ്ങൾ മനസ്സിലാവും. നമ്മൾ എത്രത്തോളം സ്മാർട്ടായിരിക്കുന്നു അല്ലെങ്കിൽ നമ്മൾ എത്രത്തോളം കുറെ നോളജ് മാത്രം പോരാ, നമ്മൾ ഏബിൾ പേഴ്സൺ ആണെന്ന് തെളിയിച്ചുകൊണ്ടിരിക്കണം. അതാണ് മോസ്റ്റ്ലി നമ്മളെ ഒരു പ്രൊഫഷനിലേക്ക് നമ്മളെ കയറ്റുക. അത് ഏത് മേഖലയാണെങ്കിലും അതെ, നമ്മളിത് ഏത് മേഖലയാണെങ്കിലും എന്താ പറയുക, നമ്മൾ ടൈമിങ്ങിൽ കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു ഏബിൾ പേഴ്സൺ ആണെന്ന് തെളിയിച്ചിരിക്കണം. അപ്പൊ ആ ഇന്റർവ്യൂവിൽ മോസ്റ്റ് അവരെ സെലക്ട് ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് അതായിരിക്കും. പിന്നെ വളരെ പക്വതയായിരുന്ന പെരുമാറ്റം ഉണ്ടാകുമോ എന്നൊക്കെ ഉള്ളതൊക്കെ ആയിരിക്കും. അപ്പൊ ഈ ഇന്റർവ്യൂ എന്ന ഈ കടമ്പയിലേക്ക് വരുമ്പോഴും ഇത് തന്നെയാണ് പറയുന്നത്. ഇന്റർവ്യൂ ഇസ് എ ഫോർമൽ മീറ്റിംഗ്, ഒരു ഫോർമൽ ആയിട്ടുള്ള മീറ്റിംഗ് ആണ്. വേറെ വൺ ഓർ മോർ പേഴ്സൺസ് ക്വസ്റ്റ്യൻ ഓർ അനദർ പേഴ്സൺസ്, ഒരു ഒന്നോ രണ്ടോ വ്യക്തികൾ നമ്മളോട് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കും. അപ്പൊ നമ്മൾ ഇന്റർവ്യൂ പാനലിലൊക്കെ ആയിരിക്കും ചിലപ്പോൾ പോകുന്നത്. ആ പാനലിൽ എന്ന് പറഞ്ഞ കുറെ പേരൊക്കെ ഉണ്ടാവും. നമുക്ക് ശരിക്കും പറഞ്ഞൊരു എന്താ പറയാ എല്ലാവരും ഫേസ് ചെയ്യാനുള്ള ഒരു പവർ ഉണ്ടാവണം ശരിക്കും പറഞ്ഞാൽ. എന്നാൽ മാത്രമേ നമുക്ക് ആ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്ത് പോകാനായിട്ട് സാധിക്കുള്ളൂ. അപ്പൊ അങ്ങനെ ഉള്ള രീതിയിലായിരിക്കണം നമ്മൾ അവിടെ ചെല്ലേണ്ടത്. Interview is a formal meeting where one or more persons questions or assess another persons. അതിൽ നിന്ന് വേറൊരു വ്യക്തി, ചിലപ്പോൾ ഒരു വ്യക്തി നമ്മളോട് ചോദ്യം ചോദിക്കുമ്പോൾ ആൻസറിങ് കിട്ടുന്നതനുസരിച്ച് ചിലപ്പോൾ വേറൊരു വ്യക്തി ആയിരിക്കും അത് നോട്ട് ചെയ്ത് വ്യക്തിക്ക് ഏബിൾ ആണോ എന്ന് കണ്ടെത്തുന്നത്. ചോദിക്കുന്ന വ്യക്തി തന്നെ ആയിരിക്കണം എന്നില്ല നമ്മൾക്ക് എന്റെ ചോദ്യത്തിനുള്ള ഈ ആൻസറിങ്ങിന് ഇത്ര മാർക്ക് എന്ന് കണ്ടെത്തുന്നത്. ചിലപ്പോൾ വേറെ വ്യക്തിയായിരിക്കും. അതപ്പോ നമ്മൾ ശ്രദ്ധിക്കണം. ദ മോസ്റ്റ് വൈഡ്ലി യൂസ്ഡ് സെലക്ഷൻ ടൂൾ ഈസ് പ്രോബബ്ലി ദ ഇന്റർവ്യൂ. സാധാരണയായിട്ടും മോസ്റ്റ് ആയിട്ടും ഇന്റർവ്യൂ വഴിയായിട്ടാണ് ശരിക്കും പേഴ്സണെ അപ്പോയിന്റ്മെന്റ് നടത്താറ്. ഇറ്റ് ഈസ് മോസ്റ്റ് കോംപ്ലക്സ് സെലക്ഷൻ ടെക്നിക്ക് സിൻസ് ഇറ്റ്സ് സ്കോപ്പ് കൺസിസ്റ്റ് ഓഫ് മെഷറിംഗ് ഓൾ ദ റെലവെന്റ്. ഇതെന്താ പറയുന്ന ഒരു കോംപ്ലക്സ്, ഒരു നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കുറെ കഴിവ് ഉണ്ടായിട്ട് കാര്യമില്ല എന്ന് നമ്മൾ എപ്പോഴും പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെ അഭിമുഖീകരിക്കുക. അതൊരു ടെക്നിക്കാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അവർ അവിടുന്ന് ഇവിടുന്ന് ചോദ്യം ചോദിച്ചിട്ട് നമ്മുടെ കഴിവിനെയും അവർ മാനേജ് ചെയ്യും, ബിഹേവിയറിനെയും മാനേജ് ചെയ്യും, എന്താ പറയണ നമ്മുടെ അപ്പോഴത്തെ ടൈമിങ്ങിലും നമ്മുടെ ടൈമിനെ മാനേജ് ചെയ്യും. എല്ലാം കൂടിയും അവര് മെഷർ ചെയ്യുന്ന ഒരു കാര്യമാണത്. റെലവെന്റ് കാരക്ടറിസ്റ്റിക്സ് ആൻഡ് ഇന്റഗ്രേറ്റഡ് ആൻഡ് ക്ലാസിഫൈ, അതെല്ലാം കൂടിയിണക്കി ആൻഡ് ക്ലാസിഫൈ ഓൾ അതർ ഇൻഫോർമേഷൻസ് അബൌട്ട് ദ ആപ്ലിക്കന്റ്. ഈ ആപ്ലിക്കന്റിന്റെ മറ്റു ഇൻഫോർമേഷൻസിനും ഒക്കെ കൂട്ടിയിണക്കിയിട്ടാണ് ഇവര് ഇത് തീരുമാനങ്ങളൊക്കെ എടുക്കുന്നത്. Interview is defined as a selection technique which enables the employer to view the total
എംപ്ലോയർ ഞാൻ പറഞ്ഞ കാര്യം തന്നെയാണ്. ഈ എംപ്ലോയർ സെലക്ഷനിൽ ഉണ്ടാക്കുന്ന ടെക്നിക്ക് ഒക്കെ വെച്ചിട്ട് അവര് നമ്മളെ ടോട്ടലായിട്ട് വ്യൂ ചെയ്തിട്ടാണ് സെലക്ഷനിൽ അല്ലെങ്കിൽ ഇന്റർവ്യൂവില് അപ്പോയിന്റ്മെന്റ് അല്ലെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ജോബിന് അപ്പോയിന്റ്മെന്റ് കൊടുക്കുക. ഇൻഡിവിജ്വൽ ആൻഡ് ഡയറക്ട്ലി അപ്രൈസ് ഹിം ആൻഡ് ഹിസ് ബിഹേവിയർ. അവര് നമ്മളോട് ചില സമയത്തൊക്കെ എന്നൊക്കെ നമ്മളെ ചെയ്യുന്ന ആ ഇന്റർവ്യൂവിൽ അഭിമുഖീകരിക്കുന്ന കാര്യങ്ങൾ അനുസരിച്ച് നമ്മൾ അപ്രൈസ് ചെയ്യോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പുകഴ്ത്തും. ഓർ ഹിസ് ബിഹേവിയർ ചിലപ്പോൾ നമ്മുടെ പെരുമാറ്റത്തേക്ക് അവര് പുകഴ്ത്തിയെന്നും വരും ഇന്റർവ്യൂ വഴി. An interview attempts to secure a maximum amount of information from the candidate concerning his suitability for the job under consideration. ഇവരുടെ മെയിൻ എയിം എന്താണ്? അവർക്ക് നല്ല ഏബിൾ ആയിട്ടുള്ള പേഴ്സൺ ആണോ ഈ കാൻഡിഡേറ്റ് എന്ന് അറിയുക എന്നതാണ് എംപ്ലോയറിന്റെ മെയിൻ എയിം. ഇന്റർവ്യൂ അറ്റംപ്റ്റ് ടു സെക്യൂർ മാക്സിമം എമൗണ്ട് ഓഫ് ഇൻഫോർമേഷൻസ്. അതുകൊണ്ട് തന്നെ നമ്മളിൽ നിന്ന് കാൻഡിഡേറ്റിൽ നിന്ന് മാക്സിമം ആയിട്ടുള്ള ഇൻഫോർമേഷൻസ് വിവരങ്ങൾ അവര് കളക്ട് ചെയ്യും. ആൻഡ് ഫ്രം ദ കാൻഡിഡേറ്റ് കൺസേണിങ് ഹിസ് സൂട്ടബിലിറ്റി. നമ്മൾ അതായത് എംപ്ലോയർ ഉദ്ദേശിക്കുന്ന ഈ സ്ഥാപനത്തിന് പറ്റിയ ഒരു പേഴ്സൺ ആണോ, സൂട്ടബിലിറ്റി എന്ന് വെച്ചാൽ അനുയോജ്യമായ ഒരു വ്യക്തിത്വമാണോ ഈ കാൻഡിഡേറ്റിന് ഉള്ളത് എന്ന് അവര് ശ്രദ്ധിക്കും. For the job under consideration. കൺസിഡറേഷൻ എന്ന് വെച്ചാൽ പരിഗണിക്കുക. ജോബിന് വേണ്ടിയിട്ട് പരിഗണിക്കാൻ പറ്റിയ ഒരു പേഴ്സൺ ആണോ എന്ന് ഇവരെ പല രീതിയിലൂടെയും വാച്ച് ചെയ്തും എന്താ പറയുക സംസാരിപ്പിച്ചും നമ്മളെ കൊണ്ട് കഴിവ് തെളിയിപ്പിച്ചും ഒക്കെ അവര് നോട്ട് ചെയ്തെടുക്കും. ഓക്കെ, അതാണ് ശരിക്കും ഇന്റർവ്യൂ എന്ന് പറയുന്ന ആ ഒരു കടമ്പ എന്ന് പറയുന്നത് സെലക്ഷൻ ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഉണ്ടാകുന്ന ഒരു കാര്യമാണ്. അതില് ഇങ്ങനെയാണ് വ്യത്യസ്ത വ്യക്തികളൊക്കെ ആയിരിക്കും പല ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ വഴിയാണ് നമ്മളെ കൊണ്ട് ഇന്റർവ്യൂ ചെയ്യുന്നത്. പക്ഷെ നമ്മളെ എപ്പോഴും നമ്മൾ ആക്റ്റീവ് ആയിരിക്കും. ഇന്റർവ്യൂ എന്ന് പറയുമ്പോൾ നമ്മൾ എപ്പോഴും ആക്റ്റീവായിട്ട് പോവുക. എല്ലാവരും ഇങ്ങനെയൊക്കെ തന്നെയായിരിക്കും. അങ്ങനെ ഒരു മൈൻഡ് നമ്മുടെ മൈൻഡിൽ ഉണ്ടായിരിക്കണം. ഏതൊരു പേഴ്സണും കുറെ കഴിവുണ്ടെങ്കിലും എന്താ പറയുക, എല്ലാ പേഴ്സണും എന്തെങ്കിലുമൊക്കെ ഡ്രോബാക്സ് ഒക്കെ ഉണ്ടാവും. അപ്പൊ നമ്മളും ഇന്റർവ്യൂവിനൊക്കെ പോകുമ്പോൾ ഇങ്ങനെ തന്നെ പോകും, മനസ്സിലാക്കി പോവാം. നമ്മൾ ആക്ട് ചെയ്യുക നന്നായിട്ട്, നല്ല സ്മാർട്ടായിട്ട്, നല്ല രീതിയിൽ ആക്ട് ചെയ്യാം. നമ്മുടെ പെരുമാറ്റങ്ങൾ കൊണ്ടാണ് അവർ നമ്മളെ സെലക്ട് ചെയ്യുക. അപ്പോൾ നമ്മളത് നന്നായി തന്നെ പെർഫോം ചെയ്യുക. നമ്മുടെ കഴിവ് എത്രത്തോളം ഉണ്ട്, എത്രത്തോളം സ്മാർട്ടാണ്, എത്രത്തോളം ടൈമിംഗിൽ നമ്മൾ അറ്റംപ്റ്റ് ചെയ്യാനായിട്ടൊക്കെ സാധിക്കുന്നുണ്ട് എന്നവർക്ക് തെളിയിച്ചു കൊടുക്കുക. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് എപ്പോഴും നമ്മള് വീട്ടിലിരിക്കുകയാണെങ്കിലും എപ്പോഴും നമ്മൾ ആക്റ്റീവ് ആയിരിക്കുക. ഇപ്പൊ എന്തെങ്കിലും സാഹചര്യങ്ങൾ ഉണ്ടെങ്കിൽ നമ്മൾ ഒരു ദിവസം ഓരോ 1 hour എപ്പോഴും അങ്ങനെ എന്തെങ്കിലും കിട്ടിയാൽ തന്നെ നമ്മൾ എന്താ പറയുക ആക്റ്റീവ് രീതിയിലേക്ക് കൊണ്ടുപോകുക. വീട്ടിൽ തന്നെ ഒതുങ്ങിയിരിക്കാനായിട്ട് ശ്രമിക്കരുത്. ഞാൻ പഠിക്കുന്നുണ്ട് എന്ന് മാത്രം പോരാ, നമ്മൾ പുറമെ എല്ലാവരൊക്കെ ആയിട്ട് ഇന്ററാക്ട് ചെയ്ത് മുന്നോട്ട് പോകാനായിട്ടൊക്കെ ശ്രമിക്കണം. ഓക്കെ, ഇനി ഞാൻ കൂടുതൽ എടുക്കുന്നില്ല, എത്രയും എടുത്താൽ മതി. ഇപ്പോ ഏതാണ്ട് സമയമൊക്കെ ആവാറായിട്ടുണ്ട്. അപ്പോ ഇന്റർവ്യൂ വരെയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ് എടുത്തത്. നിങ്ങൾക്ക് എങ്ങനെ വായിച്ചു നോക്കിയിട്ടൊക്കെ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഇപ്പൊ തന്നെ ഇപ്പൊ എന്താ പറയുക ഈ പേജുകളെല്ലാം നിങ്ങൾ കവർ ചെയ്തിരിക്കണോട്ടോ. ഇനി വേണ്ടിയിട്ട് സമയമൊന്നും ചെലവഴിക്കരുത്. നമ്മൾ എവിടെയെങ്കിലൊക്കെ നോട്ട് ചെയ്ത് വെക്കുക. നമ്മൾ ഇനി എക്സാം ടൈമിലൊക്കെ എടുത്ത് നോക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് ക്ലിക്ക് ചെയ്യുന്ന രീതിയിലേക്ക് നമ്മളത് വെക്കുക. എന്നാൽ മാത്രമേ നമ്മുടെ സമയം സേവ് ചെയ്യാൻ പറ്റുള്ളൂ. വീട്ടിലിരിക്കുകയാണെങ്കിൽ ഇഷ്ടംപോലെ ഡ്യൂട്ടീസ് ഉണ്ടാവും അല്ലെ. ഞാനും എന്താ പറയുക വീട്ടിൽ നിന്നൊക്കെ വരുന്നത് കൊണ്ട് കുറെ ഡ്യൂട്ടീസ് ഉണ്ടാവും. പിള്ളേരുടെ കാര്യങ്ങൾ നോക്കാതെ ഒരുപാട് ഡ്യൂട്ടീസ് ഉണ്ടാവും. അപ്പൊ ഇതിനോടൊപ്പം തന്നെ പഠിക്കുക എന്ന് പറയുമ്പോൾ പിന്നെയും കുറെ സമയം നമ്മൾ അതിനു വേണ്ടി ചെലവഴിക്കരുത്. ക്ലാസ് എടുക്കുന്നതിനോടൊപ്പം തന്നെ നമ്മളത് നന്നായി തന്നെ മനസ്സിലാക്കി എവിടെയെങ്കിലും കുറിച്ച് വെച്ച് എക്സാം ടൈമിൽ നോക്കുന്ന രീതിയിലേക്ക് ആക്കാം. എപ്പോഴും ഈ സെലക്ഷനും ഇന്റർവ്യൂ എന്നൊക്കെ പറയുന്നത് നാച്ചുറലി ഒരു സെയിം ലാംഗ്വേജ് സെയിം രീതിയാണ് അവർ പറയണതെല്ലാം. പക്ഷെ ഈ വേർഡുകളൊക്കെ ശ്രദ്ധിക്കുക. ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്, അച്ചീവ്മെന്റ് ടെസ്റ്റ്, പേഴ്സണാലിറ്റി ടെസ്റ്റ് എന്നൊക്കെ പറയുന്ന കാര്യമൊക്കെ ചെയ്യുക. ആപ്റ്റിറ്റ്യൂഡിൽ എന്തായിരിക്കും പെട്ടെന്ന് നമ്മൾ ഓർമ്മയിൽ വരുന്ന ടാസ്ക് ആണ് കൊടുക്കുന്നത്. അച്ചീവ്മെന്റ് എന്ന് പറയുന്നത് നമ്മുടെ നോളജ്, നമ്മുടെ സ്കില്ലും ആണ് അവിടെ ശ്രദ്ധിക്കുക. പേഴ്സണാലിറ്റി എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം നമ്മുടെ ബിഹേവിയർ, ഒരു എന്താ പറയുക ചില സിറ്റുവേഷൻസ് നമുക്ക് തന്നിട്ട് നമ്മുടെ ബിഹേവിയർ അളക്കുന്ന ഒരു കാര്യമാണ്. അതൊക്കെ നമ്മളിന്ന് ശ്രദ്ധിച്ച് ഇങ്ങനെ വെക്കണം. ആ വേർഡുകളൊക്കെ ശ്രദ്ധിച്ചു വെക്കണം. അപ്പൊ നമുക്ക് ഇത് വായിച്ചു നോക്കുമ്പോൾ തന്നെ നമുക്ക് ക്ലിക്ക് ചെയ്യും. പിന്നെ നമ്മളുടെ റണ്ണിങ് വേയിൽ നമ്മൾ അഭിമുഖീകരിക്കുന്ന കാര്യങ്ങളാണ് ഈ ഇന്റർവ്യൂ എന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ നമ്മൾ അതനുസരിച്ച് എന്തായാലും മോക്ക് ടെസ്റ്റ് ആയതുകൊണ്ട് നിങ്ങൾക്ക് ഒരുപാട് ഡീപ്പായിട്ട് പഠിക്കേണ്ട വേർഡ്സുകൾ നമ്മൾ ഓർത്ത് വെച്ചാൽ മതി. ആ വേർഡിന്റെ മീനിങ്, അതായത് പെട്ടെന്ന് എടുത്തു പറയുന്ന സംഭവത്തിന്റെ മീനിങ് ഒന്ന് ക്യാച്ച് ചെയ്താൽ മതി.
ഓക്കെ, ഇന്നത്തെ ക്ലാസ് എങ്ങനെയുണ്ടായിരുന്നു? നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റിയോ? ഇത്ര സമയം വെറുതെ ആയി പോയോ? യെസ് ടീച്ചർ. നന്നായിരുന്നോ? ക്ലാസ് എങ്ങനെയുണ്ട്? നിങ്ങൾക്ക് മനസ്സിലായല്ലേ? മനസ്സിലായി മിസ്. ഞാൻ ക്ലാസ് താങ്ക് യു മിസ്. നെക്സ്റ്റ് ടൈം നമുക്ക് കാണാം. ഇതിന്റെ കണ്ടിന്യൂവേഷൻ ആയിട്ട് അടുത്ത ടൈമില് നമുക്ക് കാണാം. അപ്പൊ ഇന്ന് എങ്ങനെയാ വൈൻഡപ്പ് ചെയ്യാം? ഓക്കെ. ഓക്കെ മിസ്.